ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആഗതരായിരിക്കുന്ന എല്ലാ വാത്സല്യ കുടുംബങ്ങൾ, ബഹുമാന്യരായ പാസ്റ്റേഴ്സ് സ്റ്റേജിലും സദസ്സിലുമായിരിക്കുന്നു. ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. നമ്മുടെ ഈ മാസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ 3-ാമത്തെ സെഷനിലേക്ക് സ്വർഗത്തിലെ ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുവന്നു. കഴിഞ്ഞ പകലും കഴിഞ്ഞ രാത്രിയിലൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് വ്യക്തമായി അവിടെ നിന്ന് ഹൃദ്യമായി സംസാരിച്ചു. കഴിഞ്ഞ പകൽ നമ്മൾ കേട്ടു യഹോവയുടെ അരുളപ്പാട്, അത് യെഹെസ്കേൽ പ്രവാചകനിലൂടെ ദർശനമൊക്കെയും ഒക്കാതെ പോകും എന്ന പഴഞ്ചൊല്ലുണ്ട് ഇസ്രായേൽ ദേശത്ത്. ആമേൻ. ആ പഴഞ്ചൊല്ല് എൻ്റെ ദൈവം നിർത്തലാക്കുമെന്ന് കേട്ടു. നമ്മളോടുള്ള ദൂത കേട്ടോ, ഇസ്രായേലിന് പുതിയ നിയമ ഇസ്രായേലായിരിക്കുന്ന പാളയ സഭയോടുള്ള ഒരു ദൂതാണെന്ന് ഞാൻ വ്യക്തമായി അറിയുന്നു. ആമേൻ. അത് ആത്മാവിൽ ഞാൻ കാണുന്നു. എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. സകല ദർശനത്തിൻ്റെ നിവർത്തി അടുത്തിരിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ അത് നമ്മൾ കാണാൻ പോവുകയാണ്. ഈ ഉപവസിക്കുമ്പോൾ തന്നെ അദൃശ്യ മണ്ഡലങ്ങളിൽ നമുക്ക് വേണ്ടി ദൂതനെ ദൈവം ഇറക്കി കഴിഞ്ഞു. ചില വിടുതലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. ദർശനത്തിനൊരവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് വരുവാൻ ബന്ധപ്പെടുന്നു. അത് വരും നിശ്ചയം. അതിനായി നമ്മൾ കാത്തിരിക്കാം. ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തേ. യേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ കരമടിക്ക് അകത്തൊരു അധികാരമുണ്ട്. അതുകൊണ്ടാണ് ഈ കരമടിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കും. കുടുംബങ്ങളിൽ അത് കാണാൻ പോകുകയാ. ആ പഴഞ്ചൊല്ലിന്റെ ദൈവം നീക്കിക്കളയാൻ പോകുകയാ. നാളുകൾ ഹല്ലേലൂയ. വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്ന തന്റെ ജനത്തിന് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ ഇറങ്ങി കഴിഞ്ഞു. യെസ്, ഹല്ലേലൂയ. ഇന്ന് പകലും രാത്രിയിലും നമ്മുടെ മധ്യേ ശുശ്രൂഷയ്ക്കായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന ബഹുമാന്യ പാസ്റ്റർ ജോർജ് ഫിലിപ്പ് പെരുമ്പട്ടി, കർത്താവിൻ്റെ ദാസൻ ഈ കാലഘട്ടത്തിൽ ദൈവം ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ പകൽ തൻ്റെ അനുഭവങ്ങളും ഒക്കെ പറഞ്ഞു, കൂടുതൽ നമ്മൾ പരിചയപ്പെടുത്തി. ഇനിയും മറ്റ് സമയങ്ങളിലേക്കൊന്നും ഞാൻ പോയി സമയം വേർതിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മുഴുവൻ സമയം കർത്താവിൻ്റെ ദാസന് നൽകുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്തിലായിരിക്കുമ്പോൾ ബഹുമാനത്തോടെ സ്നേഹത്തോടെ തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ അഭിഷക്തൻ ജോർജ് ഫിലിപ്പ് അവരെ ക്ഷണിക്കുന്നു. ശക്തിയോടെ കണ്ണുകളെ അടയ്ക്കാം. ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കാം. എല്ലാം ഞാൻ പകൽ പറഞ്ഞതുപോലെ എല്ലാ നാവും തുറന്ന് ആ വായൊന്ന് പൊളിച്ച് നാക്കൊന്ന് ചലിപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച കർത്താവേ, ഇന്ന് രാത്രിയും എന്നോട് സംസാരിക്കണമേ. ഇരുളിൻ്റെ മറവിൽ നിന്നുകൊണ്ട് സീനായിയുടെ കൊടുമുടിയിൽ ഇറങ്ങി വന്ന് സ്തോത്രം, തീക്കകത്ത് ഇറങ്ങി വന്ന് ജനത്തോട് സംസാരിച്ച ദൈവത്തിന് ഇന്ന് രാത്രിയും ശക്തിയോടെ ഇറങ്ങി വന്ന് സംസാരിപ്പാൻ കഴിയും. അതുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് എല്ലാവരും വാതോർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവ്, ഈ രാത്രി നിന്റെ ശബ്ദം എന്നെ കേൾപ്പിക്കണമേ, നിന്റെ ദൂതനെ അറിയിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, സ്വർഗപിതാവേ, ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ നിന്റെ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഈ രാത്രി ഞങ്ങൾ ഇടപെടുമാറണമേ. പകല് മാത്രമല്ല, രാത്രിയിലും ഇടപെടാൻ കഴിയുന്ന ദൈവ സന്നിധിയിലേക്ക് ഇന്ന് രാത്രി ഞങ്ങളെ സമർപ്പിക്കുകയാ. ഒരു ദൈവ ശബ്ദം കേൾപ്പിക്കണമേ. ശൗമേൽ കേട്ടതുപോലെ ഒരു വിളി ഇന്ന് രാത്രി കേൾക്കട്ടെ. ഒരു ദൈവ ശബ്ദം ഒന്ന് കേൾക്കട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തി ഒന്ന് കാണട്ടെ. അതിനായി ഞങ്ങളെ ഒരുക്കണമേ. അന്ധകാര ശക്തികളെ ശാസിക്കുകയാ. ജനത്തിൻ്റെ ഏകാഗ്രത കളയുന്ന, ജനത്തിൻ്റെ സ്തോത്രം കൃപ കളയുന്ന അന്ധകാരത്തിൻ്റെ ശക്തികൾ, ദേശാധിപതിയുടെ ശക്തികൾ ശാസിച്ചകറ്റുകയാ. ദൈവാത്മാവ് ഇന്ന് രാത്രി ഞങ്ങളുടെ മധ്യേ വ്യാപരിച്ചു കൊണ്ടിരിക്കണമേ. നാവോട് കൂടിയിരിക്കണം. ഞങ്ങൾക്ക് ദൂത് നിങ്ങളെ ബലപ്പെടുത്തണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഒരിക്കൽ സ്തുതിച്ചേ. അല്ലേ? ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 16-ാം വാക്യം ഒന്ന് വായിക്കാം. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 16-ാം വാക്യം. ദാനിയേൽ അകത്ത് ചെന്ന് രാജാവിനോട് തനിക്ക് സമയം തരണമെന്നും താൻ രാജാവിനോട് അർത്ഥം അറിയിക്കാമെന്നും ബോധിപ്പിച്ചു. അതെ, സ്തോത്രം. ഇവിടെ ദാനിയേൽ നെബൂഖദ്നേസർ രാജാവിൻ്റെ സ്തോത്ര കൊട്ടാരത്തിൽ ചെന്നൊരു കാര്യം പറയുകയാ. എനിക്ക് സമയം തരണം. പ്രൈസ് ഹലോ. എനിക്ക് സമയം തരണം.
ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. എന്തിനാ ദാനിയേലേ നിനക്കിപ്പോൾ സമയം എന്താ? എന്തിനാ? നീ തിരക്കുള്ള മനുഷ്യനല്ലേ? ആമേൻ, പിന്നെന്തിനാ സമയം? അവൻ പ്രൈസ് ചോദിക്കാം, വല്ല കൂട്ടുകെട്ട് ഉണ്ടാക്കാനാണോ? ആമേൻ, സ്തോത്രം. വല്ല കൗൺസിൽ കൂടാനാണോ? വല്ല കമ്മിറ്റി വെക്കാനാണോ? എന്തിനാ നിനക്ക് സമയം? അവൻ പറയും, എനിക്ക് പ്രാർത്ഥിക്കാൻ സമയം വേണം. എത്ര പേരൊന്ന് മനസ്സിലാക്കുന്നുണ്ട്? എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു സമയം വേണം. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, സ്തോത്രം. ഇന്ന് രാത്രി ദൈവ പൈതലേ, പ്രവർത്തിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, പ്രസംഗിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, ആമേൻ, ചർച്ച ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, ആമേൻ, പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ആമേൻ ആൾക്കാരുണ്ട്, സംസാരിച്ച് സമയം കളയാൻ ആൾക്കാരുണ്ട്. എന്നാൽ പ്രാർത്ഥിക്കാൻ ആൾ കുറവാ. ഈ ആത്മാവനോട് ഇടപെട്ട ഒരു വിഷയമാ, പ്രാർത്ഥനയ്ക്ക് ജനം കുറവാ. എന്നാൽ ഇന്ന് ആളുകൾ സഭയ്ക്ക് ആവശ്യം, പ്രാർത്ഥിക്കുന്നവരെ ആ സഭയ്ക്ക് ആവശ്യമായിരിക്കുന്നത്, പ്രാർത്ഥിക്കുന്നവരെ ആ ദേശത്ത് ആവശ്യമായിരിക്കുന്നത്, പ്രാർത്ഥിക്കുന്നവരെ ആ കുടുംബത്തിന് ആവശ്യമായിരിക്കുന്നത്. എന്ന് രാത്രി തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ, സ്തോത്രം ചെയ്യുകയാ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. കൂട്ടായ്മക്കകത്ത് പ്രാർത്ഥിച്ചു വിടുന്നതല്ല, കടമ തീർക്കാൻ പ്രാർത്ഥിച്ചു വിടുന്നതല്ല, ദൈവസെന്ന് പോരാടി പ്രാർത്ഥിക്കാൻ, വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ ആമേ താല്പര്യപ്പെടുന്ന ദൈവമക്കൾക്കായി ഈ രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ, സ്തോത്രം ചെയ്യുകയാ. എത്ര പേർക്ക് ഇത് ഇന്ന് രാത്രി മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ദൈവം ചില പ്രാർത്ഥിക്കുന്ന ചിലതിനെ ആമേ ദേശത്തെ സഭയ്ക്കകത്ത് ആമേ പോരാടി പ്രാർത്ഥിക്കുന്ന അന്ധകാര മണ്ഡലങ്ങളെ ആമേ ആമേ പിളർന്നുകൊണ്ട്, ആമേ അന്ധകാര ശക്തികളെ തകർത്തുകൊണ്ട്, ദുഷ്ടന്റെ പദ്ധതികളെ പൊളിച്ചുകൊണ്ട്, അതിന്മേൽ കീറി മുറിച്ചുകൊണ്ട് ജയമെടുക്കുന്ന ചിലതിന് ദൈവത്തിന് ആവശ്യമുണ്ടെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുകയാ. അങ്ങനെ ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥന മണിക്കൂറൊന്ന് മാറ്റ്, നിന്റെ പ്രാർത്ഥനയുടെ രീതി ഒന്ന് മാറ്റ്, പ്രാർത്ഥനയുടെ ആഴമൊന്ന് മാറ്റ്. ഒരു വ്യത്യസ്ത അനുഭവത്തിനായി ഇന്ന് രാത്രി എത്ര പേർക്ക് താല്പര്യമുണ്ട്? അത് തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ ആമേൻ, പ്രാർത്ഥിക്കുന്നവൻ പരാജയപ്പെടത്തില്ല, പ്രാർത്ഥിക്കുന്നവനെ ഉയരത്തുള്ളൂ, പ്രാർത്ഥിക്കുന്നവനെ ബലപ്പെടുത്തുള്ളൂ, പ്രാർത്ഥിക്കുന്നവനെ ആമേൻ സന്തോഷിക്കുകയുള്ളൂ. മറ്റുള്ളവർ ഭാരപ്പെടുമ്പോൾ, കിടന്നു കുഴയുമ്പോൾ പ്രാർത്ഥിക്കുന്നവൻ കുഴയുകയല്ല, കുഴച്ചിലുകളെ ആമേൻ കൈകാര്യം ചെയ്യുന്നത്. ഇന്ന് രാത്രി ദൈവ പൈതലേ, ശത്രു ആഗ്രഹിക്കുന്നത് നീ കടന്ന് കുഴയാനാ, വിഷയങ്ങളിൽ കിടന്ന് കുഴയാനാ, ഭവനത്തിൽ കിടന്ന് കുഴയാനാ, ദേശത്ത് കിടന്ന് കുഴയാനാ അവൻ ശത്രു ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി മുട്ടുമടക്കുന്ന ദൈവ പൈതലേ, ഉയരങ്ങളിലേക്ക് നോക്കുന്ന ദൈവ പൈതലേ, ഈ രാത്രി നീ ആമെ തിരിച്ചറിയട്ടെ, ആമെ പ്രാർത്ഥിക്കുന്നവൻ കുഴയത്തില്ല, കുഴച്ചിലുകളുടെ മുകളിൽ അവൻ ജയമെടുക്കുന്നവനാ. തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഈ രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേ, പ്രാർത്ഥിക്കാനൊന്നും സമയമില്ല. ഹല്ലേലൂയ. യാക്കോബിന് സ്തോത്രം. ബേർശേബ മരുഭൂമിയിൽ അവൻ ഉടമ്പടിയൊക്കെ ചെയ്ത് ദൈവത്തോട് തീരുമാനമൊക്കെ പറഞ്ഞ് സ്തോത്രം പോയ യാക്കോബ് 20 വർഷം അവൻ തിരക്കിലായിരുന്നു. എന്തിനു വേണ്ടിയാ? തൻ്റെ കുടുംബത്തിന് വേണ്ടി കരുതാൻ, ആടുമാടുകളെ സമ്പാദിക്കാൻ, എന്ന് പറഞ്ഞാൽ പലതിനും തൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി അവൻ തിരക്കിലായിരുന്നു. എന്ന യാക്കോബേ, നിന്റെ തിരക്കൊക്കെ ഒഴിഞ്ഞ് ഇപ്പൊ യാബോക്ക് നദിയുടെ തീരത്ത് യാക്കോബിനൊരു തിരക്കുമില്ല. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. അവിടെ അവനെ പ്രാർത്ഥിക്കാൻ സമയമുണ്ട്. ഞാൻ വിവരിക്കുന്നില്ല. ഈ രാത്രി ദൈവ പൈതലേ, പലർക്കും തിരക്കാ, പ്രാർത്ഥിക്കാൻ സമയമില്ല, അത് തിരക്കില്ല. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, തിരക്കുകളുടെ നടുവിൽ മുട്ടുമടക്കുന്ന ദൈവ പൈതലേ, നിന്റെ തിരക്കിനപ്പുറത്ത് നിന്നെ കാണുന്ന, നിന്നെ നടത്തുന്ന, നിന്നെ വെല്ലുവിളിക്കുന്ന പോരാട്ടങ്ങൾ യേശുവിന്റെ ശക്തിക്ക് മുമ്പിൽ നിന്നെ നിർത്തുന്ന ഒരു ദൈവമുണ്ട്. ഈ രാത്രി തിരിച്ചറിയട്ടെ,
യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ആമേ, യേശുവിൻ്റെ നാമത്തിൽ പ്രതികൂലത്തിൽ തടഞ്ഞു നിർത്താൻ, വഴി തടഞ്ഞു നിർത്താൻ, വഴിയടയ്ക്കാൻ ശത്രു എത്ര പരിശ്രമിച്ചാലും ആമേ ആ വഴി കൂടെ തന്നെ അവൻ നടത്തുന്ന ദൈവമാ. ഇന്ന് രാത്രി തിരിച്ചറിയട്ടെ, ആ പകൽ ഞാൻ പറഞ്ഞതുപോലെ നിന്റെ വഴി അടഞ്ഞെന്ന് ശത്രു പറയുമ്പോൾ, നിന്റെ പദ്ധതി തകർന്ന് ശത്രു പറയുമ്പോൾ, നിന്റെ പ്ലാൻ തകർന്ന് ശത്രു പറയുമ്പോൾ, നീ കിടന്ന് വട്ടം കറങ്ങുന്നെന്ന് ശത്രു പറയുമ്പോൾ, ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവൻ ആമേ ശക്തിയോടെ പറയും, ഞാൻ കറങ്ങുകയല്ല, എന്നെയോ ഞാൻ ജയത്തോടെ മുന്നേറുകയാ, ഞാൻ മുന്നോട്ട് പോകുകയാ. ഈ രാത്രി മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി ഈ രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ദാനിയേലിനെ സംബന്ധിച്ച് സ്തോത്രം അല്പസമയമുള്ളത് കൊണ്ട് ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോയി വചനം അവസാനിപ്പിക്കാം. ദാനിയേലിനെ സംബന്ധിച്ച് സ്തോത്രം, അവനും ബാബേലിൽ വന്നപ്പോഴല്ല പ്രാർത്ഥന തുടങ്ങിയത്. നമ്മളൊക്കെ പ്രതികൂലം വരുമ്പോൾ ഉപവാസം പ്രഖ്യാപിക്കുന്നത്, പ്രശ്നം വരുമ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്. എന്നാൽ ഇന്ന് രാത്രി ഇടയ്ക്ക് കയറി പറയണ ദൈവവൈതലേ, പ്രശ്നം വന്നിട്ടല്ല നീ പ്രാർത്ഥിക്കേണ്ടത്, അതിനു മുമ്പ് നീ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതികൂലം കടന്നു വരുമ്പോൾ നിന്റെ പ്രാർത്ഥനയ്ക്ക് മുടക്കം സംഭവിക്കുകയില്ല. നിന്റെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന ഒരാത്മാവ്, ഒരാത്മാവ് നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ആത്മാവ് നിന്നെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കും, നിന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും. നിന്റെ പ്രാർത്ഥന മുടക്കുവാൻ അവൻ അനുവദിക്കുന്നവനല്ല. ഈ രാത്രി ദൈവ പൈതലെ അങ്ങനെയെങ്കിൽ ഈ രാത്രി ശക്തിയോടെ പറ, യേശുവിന്റെ നാമത്തിൽ ശത്രു എത്ര മുടക്കാൻ നോക്കിയാലോ, എത്ര തിരക്കിട്ടാലോ, എത്ര വഴികളെ അടച്ചാലോ, എന്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുമെന്ന് പറയാൻ, പ്രാർത്ഥനയ്ക്ക് മുടക്കം വരുത്തത്തില്ലെന്ന് പറയാൻ ഈ രാത്രി തന്റെ ഇടത്തോടെ പറ, വാ തുറന്നു പറ, ശത്രു ഒന്ന് കേൾക്കട്ടെ. നീ എത്ര പരിശ്രമിച്ചാലും ഞാൻ പ്രാർത്ഥനയിൽ പോരാടുമെന്ന് ഇന്ന് രാത്രി ഉറച്ചു പറയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയോ. യേശുവിന്റെ നാമത്തിൽ കുറ്റിയടിച്ച് ആത്മാവ് പറയുന്നു, നിന്നെ കെട്ടിയിട്ടുകൊണ്ട് ഒരു സ്ഥലത്ത് കുറ്റിയടിച്ച് നിന്നെ ഒതുക്കി നിർത്തിക്കൊണ്ട് സാത്താൻ നിന്നെ പരിഹസിക്കാൻ, നിന്റെ കുടുംബത്തെ പരിഹസിക്കാൻ, നിന്റെ തലമുറയെ പരിഹസിക്കാൻ സാത്താൻ ശ്രമിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവാത്മാ വിളിച്ചു പറയുകയാ, ദൈവം അതിനെ അനുവദിക്കയില്ല, ദൈവം അനുവദിക്കയില്ല. നിലവിളിക്കുന്ന ദൈവവൈതലേ, ജാഗരിക്കുന്ന ദൈവവൈതലേ, ഉയരങ്ങളിലേക്ക് നോക്ക് പ്രാർത്ഥിക്കുന്ന ദൈവപൈതലേ, ശത്രുവിനെ പുറകോട്ട് തള്ളിക്കൊണ്ട് നിന്നെ മുന്നോട്ട് നയിക്കുന്ന, നിന്നെ മുന്നോട്ട് നടത്തുന്ന ഒരു കരം ഈ രാത്രി ഉണ്ട്, ഒരു കരം ഈ രാത്രി ഉണ്ട്. ഞാൻ ആത്മാവിൽ കാണുന്ന സ്വർഗത്തിന്റെ കരം നിന്റെ വലത്ത് കൈ പിടിക്കുന്ന ആസാപ്പിനോട് പറയുന്നത് പോലെ യേശുവിന്റെ നാമത്തിൽ അവന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. ഉയരത്തിന്റെ കര എന്ന് രാത്രി നിന്റെ വലങ്കരക്ക് പിടിച്ചിരിക്കുക. അത് ആത്മാവിൽ കണ്ടു കഴിഞ്ഞാൽ, ആത്മാവിൽ കണ്ടു കഴിഞ്ഞാൽ നിന്നെ ഒതുക്കി നിർത്താൻ കഴിയുകയില്ല, നിന്നെ തടഞ്ഞു നിർത്താൻ കഴിയുകയില്ല. സ്വർഗം നിന്റെ വിഷയം ഇന്ന് രാത്രി കൈകാര്യം ചെയ്യാൻ പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കയറുന്ന ഒരു ചിന്ത ഞാൻ പറഞ്ഞു മുന്നോട്ട് പോകട്ടെ. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ പരശുശ്രൂഷ കാലങ്ങളിൽ അവന് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതിന് ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞു, നീ കടലിനരികിൽ അക്കരയ്ക്ക് നിങ്ങൾ പോയിക്കൊള്ളുക. കർത്താവ് ഇക്കരെ മലയിൽ പ്രാർത്ഥിക്കാൻ കയറി. ഞാൻ വിവരിക്കാതെ പറയട്ടെ. സ്തോത്രം. പോകുന്ന യാത്രയിൽ കടലിളകി, തിരമാല ഇളകി, കാറ്റിളകി, തണ്ട് വലിച്ചവർ വലയുകയാ. എന്നാൽ 4ാം യാമത്തിൽ പടകിനരിക്കൽ കടന്നു വന്ന യേശുവിനെ തിരിച്ചറിഞ്ഞപ്പോൾ
ഹല്ലേലൂയ. പത്രോസ് ഒരു കാര്യം പറഞ്ഞു, ഇത് നീയാണെങ്കിൽ വെള്ളത്തിന്മേൽ നടന്ന നിന്റെ അടുക്കൽ വരേണ്ടത് കൽപ്പിക്കണമേ. കർത്താവ് പറഞ്ഞു വരിക എന്ന് പറഞ്ഞു. ഹലോ, ഇപ്പം വേണ്ട എന്നൊന്നും കർത്താവ് പറഞ്ഞില്ല. കർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലാൻ ആഗ്രഹിക്കുന്നവനെ കർത്താവ് തടയത്തില്ല. അവൻ വിളിക്കുന്നവനാ, അടുക്ക വിളിക്കുന്നവനാ. പത്രോസ് പടകിന്ന് വെള്ളത്തിലിറങ്ങി. സ്തോത്ര. കോളും കാറ്റും കണ്ട് പത്രോസ് താഴാൻ തുടങ്ങി. യേശുവിൻ്റെ നാമത്തില് പത്രോസ് എന്നെ ചിന്തിപ്പിച്ചത് സ്തോത്രം. പത്രോസ് താഴാൻ തുടങ്ങി. 11 പടകിനകത്തിരിപ്പുണ്ട്. ഹല്ലേലൂയ. ഒറ്റ ഒരുത്തൻ്റെ കൈ നീട്ടപ്പെട്ടില്ല. താഴാൻ തുടങ്ങുന്ന പത്രോസിന് ഞാൻ ദൂതായി വിളിച്ചു പറയുക, താഴാൻ തുടങ്ങുന്ന പത്രോസിന് ഒന്ന് കൈ കൊടുക്കാൻ 11 ഒരുത്തൻ്റെ കരം നീട്ടപ്പെട്ടില്ല. എന്നാൽ താഴുന്നവനെ കണ്ടുകൊണ്ട് യേശുവിൻ്റെ കരം അവനെ നേരെ നീട്ടുകയാ. ഇന്ന് രാത്രി എന്നൊക്കെ ദൈവ പൈതല്, മനുഷ്യന്റെ കരം താണു പോകുമ്പോൾ നാം പാടുന്നുണ്ടല്ലോ, മാനുഷ്യമായ കൈകൾ താണു പോകുമ്പോൾ ക്ഷീണിക്കാത്ത ഒരു കരം നമുക്ക് സ്വർഗത്തിലുണ്ട് യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, എന്നെ മറ്റുള്ളവർ കണ്ടിട്ടും കാണാത്തതുപോലെ അവർ കടന്നു പോകുമ്പോൾ നിന്നെ കണ്ടിട്ട് മാറിപ്പോകുന്നവനല്ല, നിനക്ക് തക്ക സമയത്ത് കരം തന്ന നിന്നെ ഉയർത്തുന്ന ഒരു ദൈവം, ഒരു ഉയർത്തുന്ന ദൈവം. ഈ രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഈ രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. മടങ്ങി വരട്ടെ. സ്തോത്ര. ദാനിയേലിനോട് ചോദിക്കാം, ദാനിയേലേ, ഈ പ്രാർത്ഥന എന്തിനാ സ്തോത്രം നീ ചോദിച്ചത്? പ്രാർത്ഥിക്കാൻ എന്താ ചോദിച്ചത്? സ്തോത്ര. മറ്റൊരു കാര്യം ചോദിക്കാതെ അതെന്താ ചോദിച്ചത്? അവനോട് ചോദിച്ച പറയും, പ്രാർത്ഥന എൻ്റെ പ്രമാണമാ. പ്രാർത്ഥന എനിക്കൊരു പ്രമാണമാ എന്ന് പറഞ്ഞ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാ. ഞാൻ പറഞ്ഞല്ലോ, ബാബേലല്ല യെരൂശലേമിലായിരുന്നപ്പോഴും ദിവസം 3 നേരം മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവനാ. നമുക്കറിയാം ദാനിയേൽ 6-ാം അധ്യായത്തിൽ അവനെ വായിക്കേണ്ട സ്തോത്രം, വിരോധ കൽപ്പന അവനെതിരെ എഴുതിയപ്പോഴും അവൻ പ്രാർത്ഥന നിർത്തിയില്ല. നാമത്തിൽ ഇന്ന് രാത്രി ദൈവ പൈതലേ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. എത്ര ക്ഷീണമുണ്ടെങ്കിൽ പ്രശംസിക്കുകയല്ല, എൻ്റെ പ്രാഗൽഭ്യമത. മുഴങ്കാൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ട് എത്ര ക്ഷീണമായാലും എത്ര തിരക്കാണല്ലോ എൻ്റെ പ്രാർത്ഥന, രാത്രിയിലെ പേഴ്സണൽ പ്രാർത്ഥന, ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന, ഇത് 2 ഒരിക്കലും മുടക്കത്തില്ല യേശുവിന്റെ നാമത്തിൽ. അതുകൊണ്ട് പ്രാർത്ഥനയോട് സംസാരിക്കുന്നവൻ എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാ, എന്നെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാ. ദാനിയേൽ പറയും, അതെന്റെ പ്രമാണമാണ്, അതെനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റത്തില്ല. ഞാൻ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അത് പ്രാർത്ഥനയിൽ നേടിയിട്ടുള്ളത്. എന്തെങ്കിലും ഞാൻ നേടുന്നുണ്ടെങ്കിൽ അതും എൻ്റെ പ്രാർത്ഥനയില്ല. ഇന്ന് രാത്രി ദൈവ പൈതല്, വാഗ്ദത്തം പ്രാപിച്ച ദൈവ പൈതല്, ഈ രാത്രി ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നീ എന്തെങ്കിലും നേടണമെങ്കിൽ മുഴങ്കാലും മടക്കിയ മതിയാകേ ഉള്ളൂ, നീ പ്രാർത്ഥനയിൽ പോരാടിയ മതിയാകേ ഉള്ളൂ. ദൂതുണ്ടെന്ന് പറഞ്ഞ, വാഗ്ദത്തമുണ്ടെന്ന് പറഞ്ഞ കടന്നുറങ്ങാനല്ല. ഈ നാളുകൾ പ്രാർത്ഥനയിലൊന്ന് ഉണരാൻ, നീ തയ്യാറായാൽ സ്വർഗം നിന്നെ കൈവിടുകയില്ല. ലോകം കൈവിട്ടാൽ സ്വർഗം കൈവിടുകയില്ല. അന്ധകാരം നിന്നെ ജയിക്കത്തില്ല. 55-ാം സങ്കീർത്തനം 17-ാം വാക്യത്തിൽ ദാവീദ് പറയും, രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തും ഞങ്ങളുടെ സങ്കടം ബോധിപ്പിച്ച് കരയും. പ്രാർത്ഥന ദാവീദിന്റെ ആയുധമാ. ദാവീദിന്റെ ആയുധമാ. അവന്റെ അനേക സന്ദർഭങ്ങളിൽ സിഗ്ലാഗിൽ മാത്രമല്ല, പല സന്ദർഭങ്ങൾ കരഞ്ഞുന്ന ദാവീദിനു വേണ്ടി പ്രവർത്തിച്ച ദൈവത്തിന്റെ കരം. എന്തിനു പറയും, തന്റെ വിശ്വസ്ത മന്ത്രി അഹീത്തോബേൽ കൂടെ നടന്നവൻ തനിക്കെതിരായി അംശാലം കൂട്ടുകെട്ടിൽപ്പെട്ട് തനിക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ ചെരുപ്പിടാതെ ഒലിവുമലയുടെ കയറ്റം കയറിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദാവീദിനെ കാണാൻ കഴിയും. യേശുവിൻ്റെ നാമത്തിൽ അധികം താമസിയാതെ അവനെ വഞ്ചിച്ച അഹീത്തോബേലിനെ ദൈവം തകർത്ത് കളഞ്ഞു. ഈ രാത്രി ദൈവത്തിന്റെ പൈതല് പ്രാർത്ഥന
പ്രാർത്ഥന, കരച്ചില് നിന്റെ ഒരായുധമായി മാറിയാൽ മറ്റൊരായുധം കയ്യിലില്ലെങ്കിൽ നിനക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. നിന്നെ സഹായിപ്പാൻ ദൈവശക്തനാകയാൽ ഈ രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. സങ്കീർത്തനം 42:8 വായിക്കുമ്പോൾ കോരകന്റെ പുത്രന്മാർ ഇങ്ങനെ പറയുന്നുണ്ട്, പകൽ സമയത്ത് അവൻ തന്നെ ദയ കൽപ്പിക്കും, രാത്രി ഞാൻ അവന് പാട്ട് പാടിക്കൊണ്ടിരിക്കും. എന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ. കോരകൻ പുത്രന്മാർ പറയുകയാ, അപ്പന്മാരെ പോലെ അല്ല ഞങ്ങൾ. സ്തോത്രം. ദൈവത്തിന്റെ ദയ പകൽ സമയത്ത് ഞങ്ങൾ പകരണമെങ്കിൽ രാത്രി ഞങ്ങൾ പ്രാർത്ഥന എന്ന പാട്ട് എന്ന് പറഞ്ഞ പാട്ട് പാടുന്നത് പോലെ പ്രാർത്ഥന ഒഴുകിക്കൊണ്ടിരിക്കുകയാ. പെറുക്കി പ്രാർത്ഥിച്ച് നിർത്തുകയല്ല. പ്രാർത്ഥന എന്നത് പാട്ട് പോലെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി കഴിയുന്ന ദൈവത്തിന്റെ പൈതല്, നിന്റെ നാവിൽ നിന്ന് ഇന്ന് രാത്രി ആത്മാവ് പറയുകയാ, പാട്ടൊഴുകുന്നത് പോലെ ആ പ്രാർത്ഥനയൊന്ന് ഒഴുകുവാൻ ഈ രാത്രി ഇടയായാൽ സ്വർഗം അത്ഭുതം പ്രവർത്തിക്കും. സ്വർഗം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. ഇപ്പോഴിതാ ഒരു കഠിന കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുക. നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നത്തിന്റെ മറവിൽ അവനൊരു കഠിന കൽപ്പന ഇട്ടിരിക്കുകയാ. ഒരു കാര്യം ഓർക്കണം, ഈ കൽപ്പന പുറപ്പെടുവിക്കുന്നത് വരെ ബാബേലിൽ രാജാവിനെയൊക്കെ നിയന്ത്രിച്ചത് സ്തോത്രം അന്ധകാര ശക്തിയുടെ കൂട്ടുകെട്ടുകളാ എന്ന് പറഞ്ഞ മന്ത്രവാദികൾ, കൽദയർ, ശകുനവാദികൾ, ആഭിചാരകന്മാർ, ഈ 4 കൂട്ടരും കൂടെ ഒന്നിച്ചുകൂടി ഒരന്ധകാര മണ്ഡലമുണ്ടാക്കി അതിനകത്ത് രാജാവിനെ കറക്കി, രാജ്യത്തെ കറക്കി, രാജ്യത്താധിപത്യം പ്രാപിച്ചു കൊണ്ടിരിക്കുകയാ. ഈ രാത്രി ആത്മബലത്തോടെ പറയട്ടെ, പക്ഷെ പ്രാർത്ഥിക്കുന്നവർ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ, ദൈവത്തെ പ്രാർത്ഥിക്കുന്നവർ, ജീവന ദൈവത്തെ ആരാധിക്കുന്നവർ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർ വന്നു കഴിഞ്ഞപ്പോൾ ആ കെട്ടവട് അഴിയാൻ പോകുക. ആ മണ്ഡലം അവിടെ തകരുകയാ. ഹാവേലിനെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന അന്ധകാര മണ്ഡലം സ്തോത്രം പരാജയപ്പെട്ട് മാറാൻ പോകുക. പ്രാർത്ഥിക്കുന്നവര് ദൈവം മാനിക്കാൻ പോകുക. എന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, എന്നെ കണ്ട ദൈവത്തിന്റെ പൈതല്, നിന്നെ നിയന്ത്രിച്ചുകൊണ്ട്, നിന്റെ കുടുംബത്തെ നിയന്ത്രിച്ചുകൊണ്ട്, നിന്റെ നന്മയെ നിയന്ത്രിച്ചുകൊണ്ട്, അതിന്റെ വഴികളെ നിയന്ത്രിച്ചുകൊണ്ട് അന്ധകാര മണ്ഡലങ്ങൾ ജയമെടുക്കും െങ്കിൽ ഇതൊരു പോരാട്ടമാണെന്ന് പറഞ്ഞ് നീ ഇരിക്കാതെ യേശുവിന്റെ നാമത്തിൽ നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ആ കെട്ടവിടെ പൊട്ടും. ആ കെട്ടവിടെ പൊട്ടും. ശത്രുവിടെ പരാജയപ്പെടും. നിന്റെ വഴി തെളിയാനിടയാകും. ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, ചില കുടുംബങ്ങളുടെ മേൽ വ്യാപരിച്ചു കിടക്കുന്ന ചില അന്ധകാര മണ്ഡലങ്ങൾ ഈ രാത്രി അഴിഞ്ഞു മാറാനുണ്ട്. ഈ സഭയ്ക്കകത്ത് ചില കുടുംബങ്ങളില് കെട്ട് സ്വർഗം അടിക്കാൻ പോകുക. നിന്റെ കുടുംബത്തെ നിയന്ത്രിച്ച് നിന്റെ തലമുറയെ നിയന്ത്രിച്ച് ജയമെടുക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികൾ അടിയറവ് പറയാൻ പോകുക യേശുവിന്റെ നാമത്തിൽ. ഞാൻ പറഞ്ഞു മാറട്ടെ. സ്തോത്രം. നമുക്കറിയാം ഈ ശമരിയ സ്തെഫാനോസ് നിമിത്തം ഉണ്ടായ ആ പീഡ നിമിത്തം അപ്പോസ്തലന്മാർ മാത്രം അവിടെ നിന്ന് ബാക്കി എല്ലാവരും അങ്ങോട്ട് കൊണ്ട് ചിതറുകയാ. അതിൽ ഫിലിപ്പോസ് എന്ന സുവിശേഷൻ സ്തോത്രം അവൻ ശമരിയയിൽ പോയി അവിടെ സുവിശേഷം അറിയിച്ച കർത്താവിന്റെ നാമത്തിൽ അവിടെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാ. അതുവരെ ശമരിയ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന മഹതി എന്ന ശക്തിയ യേശുവിന്റെ നാമത്തിൽ ശിമോൻ എന്ന വ്യക്തി ചരട് പിടിച്ച് മഹതി എന്ന ശക്തിയാണെന്ന് പറഞ്ഞ ശമരിയ നിയന്ത്രിച്ചു കൊണ്ടിരുന്നെങ്കിൽ, പ്രാർത്ഥിക്കുന്നവൻ, ആത്മനിറവുള്ളവൻ, വചനം ഉയർത്തുന്നവൻ ശമരിയ വന്നു കഴിഞ്ഞപ്പോൾ ആ മഹതിയുടെ ശക്തി അവിടെ തകർന്നു.
എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഇന്ന് രാത്രി ചില ശക്തി ഇവിടെ തകരുമെന്ന്? ആമേ, ആത്മാവിൽ ഞാൻ ബലം പ്രാപിക്കുകയാ. നിന്റെ കുടുംബത്തിന് നേരെ, നിന്റെ ഭവനത്തിന് നേരെ വെല്ലുവിളിക്കുന്ന ചില ശക്തികളൊക്കെ ആമേ, നിന്നെ ഭയപ്പെടുത്തുന്ന ഇരുട്ടിന്റെ മറവിൽ ദുസ്വപ്നങ്ങൾ ഇട്ട് അന്ധകാര വലയം സൃഷ്ടിച്ച് നിന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, നിന്നെ ഉറക്കം കെടുത്തുന്ന ചില കോട്ടകള് ഇരുട്ടിന്റെ ശക്തികള് അതിനെ അടിത്തറ ഇളകാൻ പോകുക. അടിത്തറ ഇന്ന് രാത്രി ഇളകാൻ പോകുക. ഈ ഉപവാസ പ്രാർത്ഥനയിൽ അത് ഇളകി മാറാൻ പോകുക. പ്രാർത്ഥിക്കുന്നവരെ ദൈവം ഉറപ്പിക്കാൻ പോകുക. പ്രാർത്ഥിക്കുന്നവരെ ദൈവം ഉയർത്താൻ പോകുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആത്മാവ് ജയമെടുക്കട്ടെ. ആത്മശക്തിയോട് അത് സ്തുതിക്കാൻ, ആത്മശക്തിയോട് അതിന് ആമേൻ പറയാൻ, ആത്മശക്തിയോട് അതിന് സ്തോത്രം പറയാൻ, ശത്രുവിനുള്ള ജയത്തെ കണ്ടുകൊണ്ട് സ്തോത്രം പറയാൻ ഈ രാത്രി ദൈവജനം തയ്യാറാകട്ടെ. ഓ ഹല്ലേലൂയ. നിന്റെ അയൽവക്കം നിന്നെ പഴിക്കാതെ വേണ്ട. ഇതുവരെ നിന്നെ നിന്ദിച്ച അയൽവക്കം, ഇതുവരെ നിന്നെ പരിഹസിച്ച ദേശനിവാസികൾ, ഇതുവരെ നിന്നെ പരിഹസിച്ച ചാർച്ച ബന്ധങ്ങൾ, അവരൊക്കെ നിന്നെ പരിഹസിക്കുമ്പോൾ എന്ന് രാത്രി ആത്മാ വിളിച്ചു പറയുകയാ, സ്വർഗം അതിന് പരിഹാരം തരാൻ പോവുക. സ്വർഗം അതിന് പരിഹാരം തരാൻ പോകുക. സ്വർഗം അതിന് മറുപടി തരാൻ പോകുക. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഒരു ചെറിയ അനുഭവ സാക്ഷ്യം വേഗത്തിൽ പറയാം. ഞാൻ 46 വർഷമായി വിശ്വാസത്തിൽ വന്നിട്ട് 46 വർഷമായി. സ്തോത്രം. ഞാൻ സ്തോത്രം ഒച്ചയ്ക്ക് ഭവനത്തിൽ ഞങ്ങൾക്ക് ഞങ്ങൾ 7 പേർ. സ്തോത്രം. 6ാമത്തവനായ ഞാൻ. 4 സഹോദരിമാരും 3 സഹോദരന്മാരും. ദൈവം സ്തോത്രം. സാഗരമൊന്നും പറയുന്നില്ല. ഞാൻ വിശ്വാസത്തിലേക്ക് കയറി വന്നു. എൻ്റെ വിദ്യാഭ്യാസ കാലയളവിൽ തന്നെ സ്തോത്രം കയറി വരുവാനിടയായി. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുമ്പോൾ ഞാൻ വിശ്വാസത്തിലേക്ക് കയറി വന്നു. അത് വീട്ടിൽ എൻ്റെ സഹോദരങ്ങൾക്കൊക്കെ പ്രയാസമായി മാറി. ചുരുക്കി പറഞ്ഞ് എൻ്റെ അപ്പനും അമ്മയും എന്നോടൊത്ത് മുന്നോട്ടിറങ്ങിയ കാരണം അവർ നേരത്തെ സ്നാനപ്പെട്ടവരായിരുന്നു. സ്തോത്രം. എന്നാൽ ബാക്കി 6 പേരും കൂടെ പറഞ്ഞ് ഞങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കും, നിന്നെ ഒറ്റപ്പെടുത്തും. അവരൊക്കെ ആ സമയങ്ങളിൽ പല വിദേശ അമേരിക്ക ഉൾപ്പെടെ പല വിദേശ രാജ്യങ്ങളിലാണ് എൻ്റെ സഹോദരങ്ങൾ ആ കാലഘട്ടത്തിലായിരുന്നത്. അവർ പറഞ്ഞു നിന്നെ ഒറ്റപ്പെടുത്തും, നീ പെരുമ്പട്ടിക്കകത്ത് കിടന്ന് കറങ്ങ്, ഞങ്ങളാരും നിന്നെ സഹായിക്കത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ സ്വർഗം പതറിപ്പോയില്ല. സ്വർഗം എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. എന്നെ സ്തോത്ര വിളിച്ചിറക്കിയ ദൈവത്തിന് എന്നെ നടത്താനും ശക്തനാണ്. ചുരുക്കി പറയട്ടെ, കൃപയാൽ സ്തോത്രം. അവരൊക്കെ ഓരോ രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളും അമേരിക്കൻ രാജ്യങ്ങളിലും കാനഡയിലും ഒക്കെ അവർ ഓരോരോ രാജ്യങ്ങളിൽ പോയപ്പോൾ ഇവരൊക്കെ ആയിരുന്ന മണ്ഡലങ്ങളിൽ മുഴുവൻ, അനേക രാജ്യങ്ങൾ, ഗൾഫ് മേഖലകൾ മുഴുവൻ, യൂറോപ്യൻ മേഖലകൾ, അമേരിക്കൻ നാടുകളിലൊക്കെ കടന്നു പോകുവാൻ, ഈ വചനമായി കടന്നു പോകുവാൻ എൻ്റെ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. നമ്മുടെ ദൈവം ആരാ? ഹല്ലേലൂയ. അവൻ ശക്തനാണ്. മാത്രമല്ല കുടുംബത്തിൽ സ്തോത്ര ഇന്ന് ദൈവം എന്നെ മാനിച്ചു കൊണ്ടിരിക്കുകയാ. മുന്നോട്ട് വിടുന്നില്ല. ഈ രാത്രി ദൈവ പൈതല് അന്ധകാരത്തെ നിയന്ത്രിക്കുന്ന ഒരു ദൈവശക്തി, ഒരു ദൈവശക്തി നിന്റെ മേൽ വ്യാപരിക്കുന്നുണ്ട്. ദുഷ്ടന്റെ ശക്തികളെ നിയന്ത്രിക്കുന്ന, ഇരുട്ടിനെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി നിന്റെ മേൽ വ്യാപരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൽ നീ ജ്വലിച്ചാ മതി, നീ ചലിച്ചാ മതി. അന്ധകാരം ജയമെടുക്കുകയില്ല. ദൈവം നിന്നെ വിടുവിക്കുന്ന ദൈവമോ. ഓ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കാര്യം ഓർക്കണം. ഇപ്പോൾ ഈ മന്ത്രവാദ ശക്തികൾ, ഈ അന്ധകാര കൂട്ടുകെട്ട് 4 കൂടെ ചേർന്ന് ഇപ്പം വല്ലാതെ കുഴയുകയാ. രാജാവ് ഓർഡറിട്ട് പോയി, സ്വപ്നവും അറിയിക്കണം, അർത്ഥവും അറിയിക്കണം, ഇല്ലെങ്കിൽ എല്ലാത്തിനെ തല കണ്ടിക്കുമെന്ന് പറഞ്ഞിരിക്കുക. അവരെ സ്തോത്രം നോക്കുക. അവർ സമയം വലിച്ചു നീട്ടാൻ ആഗ്രഹിക്കുകയാ. എങ്ങനെ രാജാവിനെ രക്ഷപ്പെടാൻ സമയം വലിച്ചു നീട്ടാൻ ആഗ്രഹിക്കുമ്പോൾ ദാനിയേൽ സമയം വലിച്ചു നീട്ടാനല്ല ആഗ്രഹിക്കുന്നത്, അവൻ പ്രാർത്ഥിക്കാൻ തയ്യാറെടുക്കുകയാ.
വല മനസ്സിലായോ? യേശുവിൻ്റെ നാമത്തിൽ ശത്രുവിനെ വലിച്ചു നീട്ടാനേ പറ്റത്തുള്ളൂ. പക്ഷെ പ്രാർത്ഥിക്കുന്നവനാ ജയമെടുക്കുന്നത്. പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ ആമേ വെളിപ്പെടേണ്ടതൊക്കെ വെളിപ്പെടുന്നത്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തുതിക്കുകയാ. ഒരു കഠിന കൽപ്പനയാ മന്ത്രവാദികൾക്കും ആഭിചാരകന്മാർക്കും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒരു കഠിന കൽപ്പന. ഈ രാത്രി ഞാൻ പറയട്ടെ, എത്ര കഠിന കൽപ്പനയായാലും ആമേ ലോകത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയാത്തത്, അന്ധകാര ശക്തിക്ക് ആഭിചാര ശക്തിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്തത് ഒരു പാവപ്പെട്ട പ്രാർത്ഥിക്കുന്ന ദൈവ ഇതല്ല ആമേ അത് കൈകാര്യം ചെയ്യാൻ കഴിയും. ആ കഠിന കൽപ്പന മറികടക്കാനിടയാകും. ഒന്നുകൂടെ പറയട്ടെ, നിനക്ക് വിരോധമായി ആമേ അതായത് നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധം ഫലിക്കയില്ല. ഈ രാത്രി വിശ്വസിക്കുക. എത്ര കഠിന കൽപ്പന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസലോ. നമുക്കറിയാം, പറഞ്ഞു വിടാം. അപ്പോസ്തലർ 12-5 വാക്യം വായിക്കുമ്പോൾ അവിടെ യെരൂശലേമിലെ സഭ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലെ, എന്നാ കാര്യം എന്നറിയാമോ? പത്രോസ് ജയിലിൽ കിടക്കുകയാ. ഹെരോദാവ് ചില പ്രതീക്ഷകളോടുകൂടെ അവനെ ജയിലകത്ത് കിടത്തിയിരിക്കുക. അന്നും ആദ്യം വിവരിക്കുന്നില്ല. അടുത്ത ദിവസം പത്രോസിനെ തകർക്കാൻ സ്തോത്രം ഹെരോദാവ് പദ്ധതിയിട്ടിരിക്കുക. യഹൂദ ജനത്തിനു ചില പ്രതീക്ഷയുണ്ട്. ഇവൻ തകർന്നാൽ അപ്പോസ്തലിക സഭ തകരുമെന്ന്. ഈ രാത്രി ഞാൻ ഒരു കാര്യം പറയാം. അലിയ ശത്രുവേ, ചിലതിനെ നീ വെട്ടിമാറ്റിയാൽ ഇന്ന് അനേക ദൈവദാസന്മാർ ജ്വലിച്ചുകൊണ്ടിരുന്നവരെയൊക്കെ ശത്രു തകർത്തുകൊണ്ടിരിക്കുകയാ. ശത്രുവിൻ്റെ ആഗ്രഹം ചിലതിനെയൊക്കെ വെട്ടിമാറ്റിയാൽ ദൈവസഭ തകരുമെന്ന് അല്ല, അതിനേക്കാൾ ശക്തന്മാര് ദൈവം ഈ നാളുകൾ എഴുന്നേൽപ്പിക്കുകയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ സ്തോത്രം നോക്കുകയാ. ആ സഭ മുട്ടിന്മേൽ ഇരിക്കുകയാ. ആ സഭ പത്രോസിന് വേണ്ടി അവരെ പ്രാർത്ഥിക്കുകയാ. അവർക്ക് തൊടാൻ കഴിയത്തില്ല, അകത്ത് ചെല്ലാൻ പറ്റത്തില്ല, പത്രോസിനെ പുറത്തിറക്കാൻ കഴിയത്തില്ല. പക്ഷെ അവർക്കൊന്നറിയാം, പ്രാർത്ഥനയുടെ ശക്തി വെളിപ്പെട്ടാൽ പത്രോസ് പുറത്തു വരുമെന്ന് ഞാൻ വിവരിക്കുന്നില്ല. അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പത്രോസ് പ്രാർത്ഥിക്കുന്നവരുടെ ഇടയിലേക്ക് പത്രോസ് കടന്നു വരികയാ. ഇന്ന് രാത്രി ഒരു ദൂത് വിളിച്ചു പറയുകയാ. ഏപ്രിൽ മാസം നീ കുറിച്ചിടേണ്ട ഒരു മാസമായി സ്വർഗം നിനക്ക് വേണ്ടി തരുകയാ. നിന്റെ വിടുതലിന്റെ മാസമായി, നിന്റെ ജയത്തിന്റെ മാസമായി നീ അടയാളപ്പെടുത്തേണ്ട, മറക്കാൻ കഴിയാത്ത ഒരു മാസമാക്കി സ്വർഗം തീർക്കാൻ പോകുക. കഴിഞ്ഞ 3 മാസങ്ങൾ നിരാശയായിരുന്നെങ്കിൽ ഈ മാസം 30 ആകുന്നതിന് മുമ്പ് ചില ദൈവപ്രവൃത്തി, പ്രാർത്ഥനയുടെ മറുപടി സ്വർഗം നിന്നെ കൈ തരാൻ പോകുക. വിശ്വസിക്കുന്നവ എന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയോ. ഓ ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കറിയാം, വായിപ്പിക്കുന്നില്ല. 2 രാജാക്കന്മാർ 5-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ ശമര്യ രാജാവ് ഇപ്പം ചുമ്മാള്ള കരച്ചില, വസ്ത്രം കീറിയുള്ള കരച്ചില. കാരണം തൊട്ടടുത്തുനിന്ന് അരാമിൽ നിന്ന് അരാം രാജാവിൻ്റെ സേനാനായകന് നയമാൻ ഒരു കത്തുമായിട്ട് വന്നിരിക്കുക. അതിനകത്ത് എഴുതിയിരിക്കുന്നത്, നീ ഇവൻ്റെ കുഷ്ഠം മാറ്റി കൊടുക്കണം. ഞാനിങ്ങനെ ചിന്തിച്ചു, അരാം രാജാവിന് എന്നെ അറിയാം. ഇസ്രായേൽക്കാരത്തിയായ പെൺകുട്ടി പറഞ്ഞത് പ്രവാചകന്റെ അരികെ ചെല്ലാനാ. പ്രവാചകന്റെ അരികെ ചെന്നിരുന്നെങ്കിൽ ഈ കുഷ്ഠമൊന്ന് മാറിക്കിട്ടിയേനെ. അരാം രാജാവിന് എലീശയെ അറിയത്തില്ല. ആകപ്പാടെ അറിയാവുന്ന ശമര്യയിൽ ഇസ്രായേൽ രാജാവിനെ മാത്രമേ ഉള്ളൂ. രാത്രി വിവരിക്കാതെ പറയട്ടെ, ഇപ്പോൾ കത്ത് കണ്ട് അവൻ കിടന്ന് കരയുമ്പോൾ പ്രാർത്ഥിക്കുന്നവൻ പുറകിൽ നിന്നുകൊണ്ട് കൂടാരത്തിൽ നിന്നുകൊണ്ട് അവൻ വിളിച്ചു പറയുകയാ, അവൻ എൻ്റെ അടുക്കൽ വരട്ടെ.
യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവനെ ഇത് പറയാൻ കഴിയത്തുള്ളൂ. എത്ര വലിയ പ്രശ്നം ഉയർന്നു വന്നാൽ പ്രാർത്ഥിക്കുന്നവനെ പറയാൻ കഴിയത്തുള്ളൂ. അത് ഞാൻ എൻ്റെ അടുക്കൽ വരട്ടെ, അതിനെ കൈകാര്യം ചെയ്യാമെന്ന് പ്രാർത്ഥിക്കുന്നവനെ മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ. ഈ രാത്രി തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ എത്ര കഠിന പോരാട്ടം വന്നാലും, എത്ര വലിയ വെല്ലുവിളി വന്നാലും, ഈ രാത്രി നീ ധൈര്യത്തോടെ പറയണം, ആമേൻ, ഞാനതിനെ കൈകാര്യം ചെയ്യുമെന്ന്, ഞാനതിന്മേൽ ജയമെടുക്കുമെന്ന്. അതെന്നെ വേദനിപ്പിക്കാനല്ല, അതെന്നെ കരയിപ്പിക്കയില്ല, ഞാനതിന്മേൽ ജയമെടുക്കുമെന്ന് പറയാൻ ഇന്ന് രാത്രി എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഞാൻ മടങ്ങി വരട്ടെ. സ്തോത്രം. വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ദാനിയേൽ രാജാവ് സമ്മതം മൂളി. ഹല്ലേലൂയ. രാജാവിന്റെ 17 വാക്യത്തിൽ വായിക്കുന്നത്, 2 വായിക്കുന്നത്, രാജാവ് ദാനിയേൽ നേരെ അവന്റെ വീട്ടിൽ ചെന്നു. അവന്റെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നിട്ട് സ്തോത്രം അവന്റെ കൂട്ടാളികളെ വിളിക്കുക. വായിക്കണ്ട. സ്തോത്രം. കൂട്ടാളികളെ വിളിക്കുകയാ. ഹനന്യാവ്, മിശായേൽ, അസറിയാവ്, അവരെ 3 പേരും കൂടെ വിളിക്കുകയാ. ഇവരും 4 കൂടെ നല്ല ഐക്യതയാ. നല്ല ഐക്യതയാ. ഞാൻ ഒരു തെളിവൂടെ തരാം. 1-ാമത്തെ 8-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ സ്തോത്രം വിഷയബലങ്ങൾ കയറി പറയട്ടെ. രാജാവ് കുടിക്കുന്ന ഭോജനം കൊണ്ടും രാജകീയ ഭക്ഷണം കൊണ്ട് തന്നെ അശുദ്ധമാക്കയില്ലെന്ന് തീരുമാനമെടുത്തത് ദാനിയേലാ. 4 പേരും കൂടെ അല്ല തീരുമാനമെടുത്ത ദാനിയേല. പക്ഷെ ബാക്കി 3 പേരും അത് അംഗീകരിച്ചു. 4 പേരും കൂടെ ഒറ്റക്കെട്ടായി നിൽക്കുകയാ. എന്ന് രാത്രി ദൈവ പൈതലേ, 4 പേര് ഒന്നിച്ച് നിന്ന് ഐക്യത്തോടെ നിന്നാൽ, 2 പേര് ഐക്യത്തോടെ നിന്നാൽ ഏത് വലിയ വിഷയങ്ങൾ അഴിയാനിടയാകും. ഈ രാത്രി തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. മത്തായി 18:19 വായിക്കുന്നത്, ഭൂമിയിൽ വെച്ച് നിങ്ങൾ 2 പേർ ചോദിക്കുന്ന ഏത് കാര്യത്തിലും ഐകമത്യപ്പെട്ടാൽ പിതാവ് നിങ്ങൾക്ക് തരും. അവൻ ദൈവത്തിനും അറിയാം 2 ഒന്നിച്ച് ഐകമത്യപ്പെടാൻ പോലും ബുദ്ധിമുട്ടാ. കുടുംബത്തിൽ ഐക്യത ബുദ്ധിമുട്ടാ, സഭയ്ക്കകത്ത് ഐക്യത ബുദ്ധിമുട്ടാ, വിശ്വാസികളുടെ ഐക്യത ബുദ്ധിമുട്ടാ, എന്തിനു പറയുന്ന പാസ്റ്റർമാരുടെ ഐക്യത ബുദ്ധിമുട്ടാ. ഈ രാത്രി ദൈവമേ, എന്നാൽ നീ ധൈര്യത്തോടെ പറയണം, ഞാനതിനെ വലിച്ചു കീറിക്കൊണ്ട് ഞങ്ങൾ ഐക്യതയോടെ ഇരുന്ന് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാ, സഭയായി പ്രാർത്ഥിക്കുകയാ, കുടുംബമായി പ്രാർത്ഥിക്കുകയാ. സ്വർഗം അവിടെ അത്ഭുതം ചെയ്യും. സ്വർഗം നിനക്ക് മറുപടി തരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രി ദൈവത്തിൽ അങ്ങനെയെങ്കിൽ ഈ രാത്രി നിന്ന് ധൈര്യത്തോടെ ഐക്യതയോടെ പോകുവാൻ ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. നമുക്കറിയാം സ്തോത്രം, അഹസ്വേരോസ് രാജാവിൻ്റെ കാലത്ത് യഹൂദനെ നശിപ്പിക്കുവാൻ ഹാമാൻ തന്ത്രങ്ങളുമായി വരുമ്പോൾ, ഹല്ലേലൂയ, രേഖകളുമായി വരുമ്പോൾ ശൂഷൻ രാജധാനിയുള്ള യഹൂദന്മാർ ഉൾപ്പെടെ, എസ്തർ ഉൾപ്പെടെ അവർ ഒന്നിച്ച് ഉപവസിക്കുക. 3 ദിവസം തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ അവർ ഒന്നിച്ച് ഉപവസിക്കുക യേശുവിൻ്റെ പാപത്തിൽ. ഹല്ലേലൂയ. 3 ദിവസമേ അവർ ഉപവസിച്ചുള്ളൂ. പക്ഷേ നോക്കുക, അവർക്കെതിരായി ഉണ്ടാക്കിയ രേഖ ദുർബലപ്പെടുകയാ. ഈ രാത്രി ഞാൻ പറഞ്ഞു മാറട്ടെ, നീ ഐക്യതയോടെ പ്രാർത്ഥിച്ചാൽ ഭാര്യയും ഭർത്താവും കൂടെ ഏറ്റവും വലിയ ഐക്യത. ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവമേ, ഇന്ന് രാത്രി പറയട്ടെ, എത്ര വലിയ വിഷയത്തിന് നടുവിൽ നിനക്കൊരു വിടുതലുണ്ട്, നിന്റെ കുടുംബത്തിനൊരു വിടുതലുണ്ട്, നിന്റെ തലമുറക്കൊരു വിടുതലുണ്ട്. കൈയോട് കൈ ചോർത്ത് പിടിച്ചുകൊണ്ട് ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ എത്ര പേര് രാത്രി തയ്യാറുണ്ട്? യേശുവിൻ്റെ നാമത്തിൽ ദൈവാത്മാവിനോട് വ്യക്തമായി അത് പറയുന്നത്, ഐക്യതയെ തകർക്കുന്ന ദുഷ്ടന്റെ പോരുകൾ, പ്രാർത്ഥനയ്ക്കകത്തുള്ള ഐക്യത കളയുന്ന ദുഷ്ടന്റെ പോരാട്ട ശക്തികൾ ജനത്തിന്റെ ഇടയിൽ വ്യാപരിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ആ കെട്ടഴിയണം. അനൈക്യതയുടെ ജനത്തെ ചിഹ്നിപ്പിക്കുന്ന പോരാട്ട ശക്തികൾ ഇന്ന് രാത്രി അഴിയട്ടെ. ഐക്യതയുടെ കൈകോർത്തുകൊണ്ട് ഈ രാത്രി ചിലത് ജയമെടുക്കുവാൻ ഈ രാത്രി ദൈവജനം തയ്യാറാകട്ടെ.
ഓ രക്തം ചെയ്യും, രക്തം ചെയ്യും, രക്തം ചെയ്യാം. രക്തം ഇന്ന് രാത്രി ചില ദൈവപ്രവൃത്തി നടക്കണം. ഇന്ന് രാത്രി ചില ദൈവപ്രവൃത്തി നടക്കണം. ദൈവപ്രവൃത്തി ഈ രാത്രി നടക്കണം. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ജനം ഐക്യതയോടെ നിൽക്കട്ടെ. ഈ പാളയത്തിൻ്റെ ചുറ്റുവട്ടം, ട്രിവാൻഡ്രത്തിന് ചുറ്റുവട്ടം ദൈവസഭ ഒന്നിച്ച് നിൽക്കട്ടെ, ഒന്നിച്ച് പോരാടട്ടെ. ചില ദൈവപ്രവൃത്തികൾ, ദേശം കാണുന്ന ദൈവപ്രവൃത്തികൾ അത് വെളിപ്പെടാനുണ്ട്. അത് വെളിപ്പെടാനുണ്ട്. 19 വാക്യത്തിൽ വായിക്കുമ്പോൾ ആ രഹസ്യം അന്ന് രാത്രി ദാനിയേലിന് വെളിപ്പെട്ടു. ശ്രദ്ധിക്കുക, അവിടെ എഴുതിയിരിക്കുന്നത് ആ രഹസ്യം എന്ന് പറഞ്ഞാൽ ഈ രഹസ്യം ആർക്കും അറിയത്തില്ല, സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. സ്വർഗമാണ് ഈ സ്വപ്നം കൊടുത്തിരിക്കുന്നത്, കൊടുത്തിരിക്കുന്നത്. ആ സ്വപ്നത്തിൻ്റെ ചുരുള്, ഞാൻ ഇങ്ങനെ പറയട്ടെ, ആ രഹസ്യത്തിൻ്റെ ചുരുള് അന്ന് രാത്രി അഴിഞ്ഞു. ഈ രാത്രി സഭയോട് ഒരു ദൂത് പറയുകയാ, ചില ചുരുൾ അഴിയാനുണ്ട്. ശത്രു രഹസ്യമായി ഉണ്ടാക്കിയിരിക്കുന്ന, ശത്രു രഹസ്യമായി നീക്കുന്ന ചില ചുരുളുകൾ, ചില കെട്ടുകൾ ഈ രാത്രി അഴിയാനുണ്ട്. പ്രാർത്ഥിക്കുന്ന ദൈവപൈതലേ, നീ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യമായി നീക്കുന്ന ചില ചുരുളുകളൊക്കെ ഇന്ന് രാത്രി അഴിയാൻ പോകുക. ഓ ഉടബല ബൗഡ, എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഈ രാത്രി ഉടബല ബൗഡ, ഈ രാത്രി ആ ചുരുളം നഴിയട്ടെ. ശത്രു രഹസ്യമായി നീക്കുന്ന ചില കുടുംബങ്ങൾക്ക് നേരെ, ചില വ്യക്തികൾക്ക് നേരെ, ചില ശുശ്രൂഷകൾക്ക് നേരെ, യെസ് 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 ഉടബല ബൗഡ രഗജ രാജ രീജ രാജ, ചില വാഹനങ്ങൾക്ക് നേരെ ശത്രു രഹസ്യമായി നീക്കുന്ന ചില രഹസ്യ പദ്ധതിയുടെ ചുരുള് ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ഈ രാത്രി അത് അഴിഞ്ഞു മാറട്ടെ. ഉടവലവ ജനത്തെ തൊടുകയില്ല, ശത്രുവെ നീ തൊടുകയില്ല. എത്ര രഹസ്യമായി നീങ്ങിയാലും സ്വർഗം ഈ രാത്രി അഴിക്കും, അതിനെ പദ്ധതി പൊളിക്കും. ഈ രാത്രി ശക്തിയോടെ വിശ്വസിച്ച, ശക്തിയോടെ ആരാധിക്ക. നിന്റെ നേരെ നിനക്കറിയാം എന്തുകൊണ്ട് സംഭവിക്കുന്നു. പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ല, ആരാധിച്ചിട്ട് മറുപടിയില്ല, ഉപവസിച്ചിട്ട് മറുപടിയില്ലെന്ന് പറഞ്ഞു ഭാരപ്പെടേണ്ട. ഈ രാത്രി ദൈവാത്മ പറയുന്നു, ചില രഹസ്യങ്ങള് സ്വർഗം ഈ നാളിനെ അഴിക്കാൻ പോകുക. ഓ ജനത്തിന് വിരോധമായി, സഭയ്ക്ക് വിരോധമായി ശത്രു നീക്കുന്ന ചുരുളുകൾ, ശത്രു നീക്കുന്ന രഹസ്യങ്ങള് സ്വർഗം അടിക്കാൻ പോകുക. അഴിയട്ടെ, അത് അഴിയട്ടെ, ഈ അഴിയട്ടെ. പദ്ധതി പൊളിയട്ടെ, അത് പൊളിയട്ടെ. ഗ്ലോറി. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി എന്നോട് ദൈവാത്മാവ് പറയുന്നു, എന്തുകൊണ്ട് എൻ്റെ വിഷയത്തിന്മേൽ മറുപടിയില്ലെന്ന് പറഞ്ഞ് നീ ഭാരപ്പെടുമ്പോൾ ഇന്ന് രാത്രി ഭാരപ്പെടണ്ട. നീ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ശത്രു രഹസ്യമായി കെട്ടിയിരിക്കുന്ന, ശത്രു രഹസ്യമായി പദ്ധതിയിട്ടിരിക്കുന്ന, ശത്രു രഹസ്യമായി ബ്ലോക്ക് ചെയ്യുന്ന സകല പദ്ധതികളെ ഈ രാത്രി സ്വർഗം പൊളിക്കും. നിന്റെ വഴി ക്ലിയർ ആകും. യേശുവിന്റെ നാമത്തിൽ എന്നോട് ദൈവാത്മാവ് പറയുന്നു, ചില വ്യക്തിയുടെ വഴികൾ സ്വർഗം ക്ലിയർ ആക്കാൻ പോകുക. തിരിച്ചറിയുന്ന ദൈവമേ, ഈ രാത്രി നീ ശക്തിപ്പെട്. ഗ്ലോറി. പ്രൈസ് ദി ലോർഡ്. വായിക്കട്ടെ, 2 പഠിക്കുമ്പോൾ അവിടെ സ്തോത്രം, ഈ അരാം രാജാവ് ശമരിയെ കീഴ്പ്പെടുത്താൻ പദ്ധതികൾ പലത് നോക്കി. അവൻ രഹസ്യമായി സ്തോത്രം, രഹസ്യമായി പലയിടങ്ങളിൽ കൂടെ രഹസ്യമായി നീങ്ങി. പക്ഷേ ശമരിയ രാജാവൻ അറിയത്തില്ലെങ്കിലും കൂടാരത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്ന എലീശയ്ക്ക് അത്
വെളിപ്പെടുകയാ. അവൻ രാജാവിന് അറിവ് കൊടുക്കുകയാ. അവൻ ഇന്ന സ്ഥലത്തൂടെ വരുന്നുണ്ട്, അതിനെ നീ തടഞ്ഞുകൊള്ളുക. വിവരിക്കുന്നില്ല. അരാം രാജാവ് അവസാന അവന് ബെഡ്റൂമിനകത്തിരുന്ന് ആരും അറിയാതെ കാര്യങ്ങൾ നീക്കി. പക്ഷേ രാജാവേ, നീ ബെഡ്റൂമിലല്ല, ഏത് ഉള്ളറയിൽ പോയിരുന്ന് നീക്കിയാൽ പ്രാർത്ഥിക്കുന്നതിന് ഇവിടെ കൂടാരത്തിലുണ്ട്. എലീശ പ്രാർത്ഥനയിലുണ്ട്. നിന്റെ നീക്കങ്ങൾ പൊളിയുകയാ. ഈ രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, യേശുവിൻ്റെ നാമത്തിൽ അരാം രാജാവിൻ്റെ രഹസ്യ നീക്കങ്ങളെ പ്രാർത്ഥിക്കുന്നവന്റെ മുൻപിൽ ആ പദ്ധതി പൊളിഞ്ഞെങ്കിൽ ഈ രാത്രി ദൈവ പൈതലേ ഒന്ന് പ്രാർത്ഥിക്കാൻ നീ തയ്യാറായാൽ, എത്ര രഹസ്യമായി ഏത് സ്തോത്ര ഉള്ളറയ്ക്കകത്തായാലും, ഏത് രഹസ്യ കൂടാരത്തിലായാലും, ഏത് രഹസ്യ പദ്ധതിയുമായി ശത്രു നീങ്ങിയാലും സ്വർഗം അതിനെ പൊളിക്കും. എല്ലാവരും സ്ഥലം വിൽക്കുന്നു, വീട് വിൽക്കുന്നു, വിറ്റ് കിട്ടിയതൊക്കെ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ട് വെക്കുന്നു. അപ്പോഴും അനന്യാസിനും സഫീറയ്ക്കും ആ കൃപയൊന്ന് അനുഭവിക്കാൻ ഒരു താല്പര്യം അല്ലേ, അതുകൊണ്ട് അവരും വിറ്റു. വിവരിക്കാതെ പറയട്ടെ, ഒരു ഭാഗം. അപ്പൊ ശത്രു പറഞ്ഞ് ഇത്രയും എന്തിനാ അപ്പോസ്തലന്റെ കൈ കൊണ്ട് കൊടുക്കുന്നത്, കുറെ ഇവിടെ ഇരിക്കട്ടെ, ആവശ്യം വന്നാൽ തിരിച്ചു വന്നെടുക്കാം. അല്ലേ യേശുവിൻ്റെ നാമത്തിൽ ഒരു പങ്കുമായി പത്രോസിന്റെ അരികെ ചെല്ലുമ്പോൾ പത്രോസ് പ്രാർത്ഥന മനുഷ്യനാ. ആത്മനിറവുള്ള പ്രാർത്ഥന മനുഷ്യനാ. അനന്യാസിന്റെ വ്യാജ പദ്ധതിയാ പ്രാർത്ഥിക്കുന്ന മുമ്പിൽ അഴിഞ്ഞു, അല്ലെങ്കിൽ പൊളിഞ്ഞു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവ പൈതലേ, ശത്രു എത്ര രഹസ്യമായി നീങ്ങിയാലോ, എത്ര വ്യാജമായി നീങ്ങിയാലോ, അതിനെ പൊളിക്കുന്ന ഒരു ദൈവമുണ്ട്, പൊളിക്കുന്ന ഒരു ആത്മാവുണ്ട്. ഈ രാത്രി തിരിച്ചറിയാൻ കഴിയുമോ? ദൈവത്തിൻ്റെ മുൻപിൽ, നമ്മുടെ പരിശുദ്ധാത്മാവിൻ്റെ മുൻപിൽ ഒരു രഹസ്യ നീക്കം നടക്കയില്ല. സ്വർഗം അതിനെ പൊളിക്കുന്നവനോ. സ്തോത്രം. അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് വെളിപ്പെട്ടു. ദാനിയേൽ സ്തോത്രം രാജാവിന് വിവരം അറിയിച്ചു. ഞാൻ വിവരിക്കുന്നില്ല. സ്തോത്രം. 2:46 വായിക്കുമ്പോൾ രാജാവ് ദാനിയേലിന്റെ മുമ്പിൽ കാൽക്കൽ വീണു. ശ്രദ്ധിക്കണേ, ഒരു രാജാവ് ഒരു അടിമയെ പോലെ വന്നിരിക്കുന്ന ദൈവദാസന് മുമ്പിൽ, ദാനിയേലിന്റെ മുൻപിൽ അവൻ കാൽക്കൽ വീഴുകയാ. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഏത് വലിയവനും പ്രാർത്ഥിക്കുന്നതിന് മുമ്പിൽ വീഴും. ഏത് വലിയ ശക്തിയും പ്രാർത്ഥിക്കുന്നവന് മുമ്പിൽ വീഴും. രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നിന്റെ പ്രാർത്ഥന ശക്തിപ്പെട്ടാൽ ഏത് വലിയവനും വീഴും, ഏത് വലിയ പോരാട്ടം വീഴും. ഈ രാത്രി തിരിച്ചറിയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. നമുക്കറിയാം എൻ്റെ വാക്കുകൾ 3-4 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്തും. സ്തോത്രം. നമുക്കറിയാം ഉൽപ്പത്തി 41:43. പിന്നീട് ഇതൊക്കെ വായിക്കുമ്പോൾ സ്തോത്രം, മിസ്രയീമിൽ ഫറവോനൊരു ഓർഡർ ഇട്ടിരിക്കുക. എന്താ? മുട്ടുകുത്തുവീൻ. ആരുടെ മുമ്പിലാ? യോസേപ്പിന്റെ മുമ്പിൽ മുട്ടുകുത്തുവീൻ. നോക്കണമേ, അവനെ കുണ്ടറയിലെത്തിച്ച, അവനെ കള്ളത്തരം പറഞ്ഞ് ബന്ധിച്ച പൊത്തിപേറും ഭാര്യം ഇപ്പോൾ യോസേപ്പിന് മേൽ മുട്ടുകുത്തുകയാ. യേശുവിൻ്റെ നാമത്തിൽ ഈ രാത്രിയേക്കാൾ ദൈവത്തിൻ്റെ പൈതലേ, ഏത് വലിയവനും നിന്നെ ഭാരപ്പെടുത്തിയ, നിന്നെ മുട്ടുകുത്തിച്ച, നിന്നെ ഒതുക്കുമെന്ന് വെല്ലുവിളിച്ച ശത്രുവൊക്കെ നിന്നെ മേൽ മുട്ടുകുത്താൻ പോവുകയാണ്. പോരാട്ടം മുട്ടുകുത്താൻ പോകുക. ഈ രാത്രി ഒന്ന് വിശ്വസിച്ച്, യേശുവിൻ്റെ നാമത്തിൽ ശത്രുവിൻ്റെ പദ്ധതി വിജയിക്കയില്ല. പ്രാർത്ഥിക്കുന്നവന്റെ മുൻപിൽ ഈ പോരാട്ടങ്ങളൊക്കെ മുട്ടുകുത്തും, ഈ പോരാട്ടങ്ങളൊക്കെ മുട്ടുകുത്തും. തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ, യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, പ്രവർത്തിക്കുന്ന, ആത്മനിറവുള്ള പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹപ്രമണം കിട്ടിയ ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ ഉൾമുറിയിലാക്കി. അധികം സൂക്ഷ്മതയോട് അപ്പോസ്തലർ 16:29 വായിക്കുമ്പോൾ സൂക്ഷ്മതയോടെ കാപ്പാൻ കൽപ്പിച്ചവൻ ഇപ്പോൾ സൂക്ഷ്മത സൂക്ഷിച്ചവൻ ഇപ്പോൾ പാവപ്പെട്ട ദൈവദാസന്മാരുടെ മുമ്പിൽ വീണ് കിടക്കുകയാ, മുട്ടുകുത്തുകയാ.
യേശുവിന്റെ നാമത്തിൽ അവർ കാൽക്കൽ വീഴുകയാ. യജമാന്മാരെ, രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? ഈ രാത്രി ദൈവവേദനയിലെ തലേരാത്രി ചില മണിക്കൂറുകൾക്ക് മുൻപ് ഹല്ലേലൂയ ഈ ദൈവദാസന്മാരെ വളരെ അടുപ്പിച്ച കാലാമത്തിലിട്ട് പൂട്ടി ചങ്ങലക്കകത്തിട്ട് ഒതുക്കിയ കാരാഗ്ര പ്രമാണി ഇപ്പോൾ സ്തോത്രം എല്ലാം അഴിഞ്ഞ ചങ്ങലയഴിഞ്ഞ ആമം ഇളകിപ്പോയ കാരാഗ്രം തുറന്നുപോയ അതിനകത്ത് ഫ്രീ ആയി നിൽക്കുന്ന ദൈവദാസന്മാരുടെ മുൻപിൽ അവൻ ഇപ്പോൾ വീണ് കിടക്കുകയാ. ഇന്ന് രാത്രി പറയട്ടെ, ഞാൻ ആത്മാവിൽ പറയട്ടെ, നീ ഭയപ്പെടേണ്ട. ശത്രു എത്ര വലിയ ബന്ധനം ഒഴുക്കിയാലും, ശത്രു എത്ര വലിയ കെട്ടൊഴുവനും ഒഴുക്കിയാലും, എത്ര ശക്തിയോട് നിനക്കെതിരെ പോരാടിയാലും ഇന്ന് രാത്രി ഭാരപ്പെടേണ്ട. അതൊക്കെ നിന്റെ കാൽക്കൽ വീഴാൻ പോകുക, എന്റെ കാൽക്കൽ വീഴാൻ പോകുക. ദൈവം നിന്നെ ഫ്രീ ആയി നിർത്താൻ പോകുക. ഈ രാത്രി ആത്മാവ് പറയുന്നു, നിന്റെ ചങ്ങല അഴിഞ്ഞ്, നിന്റെ കെട്ടഴിഞ്ഞ് നീ ഫ്രീ ആകാൻ പോകുക. നീ ഫ്രീ ആകാൻ പോകുക. നിന്റെ കുടുംബം ഫ്രീ ആകാൻ പോകുക. നിന്റെ തലമുറ ഫ്രീ ആകാൻ പോകുക. ഈ രാത്രി തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ദൈവജനം ഫ്രീ ആകട്ടെ, ആത്മാവിൽ ഫ്രീ ആകട്ടെ. ശത്രു ഒതുക്കിക്കൊണ്ട്, ശത്രു ബന്ധിച്ചുകൊണ്ട്, ശത്രു ജയമെടുത്തുകൊണ്ട് പോരാടുന്ന പോരാട്ടങ്ങളുടെ നടുവിൽ ദൈവജനം ഫ്രീ ആകട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തേതിന് അവസാന കണ്ടിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദാനിയേലിന്റെ ദൈവം രാജാവ് സ്തോത്ര പ്രധാനിയാക്കി, സകലർക്കും മുകളിൽ പ്രധാന അധ്യക്ഷനാക്കി മാറ്റി. അനന്യ മിശാല ശ്രീയാവിനെ അവരെയും സ്തോത്രത്തിലെ അധികാരങ്ങൾ കൊടുത്ത് മേൽ വിചാരകന്മാരെ മാറ്റിയിരിക്കുക. ദാനിയേല് പ്രധാന വിചാരകനെ മാറിയിരിക്കുക എന്ന് പറഞ്ഞ് ഒറ്റവാക്കി പറഞ്ഞാൽ മരണ ഓർഡർ, മരണ ഓർഡർ ഒരു പ്രൊമോഷന്റെ ഓർഡറായി മാറ്റി. മനസ്സിലായോ? മനസ്സിലായോ? ഈ രാജാവ് തന്നെയാ സ്തോത്രം മരണത്തിന്റെ ഓർഡർ ഇട്ടത്. കൂട്ടത്തിൽ ദാനിയേലും ഈ സഹോദരന്മാരും ഉണ്ട്. അതിനെ സ്വർഗത്തിലെ ദൈവം ഉയർച്ചയുടെ ഒരു ഓർഡറാക്കി മാറ്റിയെങ്കിൽ ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുക. ഈ രാത്രി ദൈവ പൈതല്, നീ ഈ രാത്രി വിശ്വസിക്കുക. നിന്റെ തകർച്ചയുടെ ഓർഡർ ശത്രു എഴുതി വയ്ക്കുമ്പോൾ എന്നിട്ട് സ്വർഗത്തിലെ ദൈവം അത് ഉയർച്ചയുടെ ഓർഡറാക്കി സ്വർഗം തിരുത്താൻ പോകുക. ഈ രാത്രി വിശ്വസിക്കുക. ഈ രാത്രി വിശ്വസിക്കുക. ചില ഓർഡർ ദൈവം തിരുത്താൻ പോകുക. നിനക്ക് അനുകൂലമായി പ്രതികൂലമായിരുന്ന ഓർഡറുകൾ ദൈവം മാറ്റാൻ പോകുക. നിനക്ക് അനുകൂലമാക്കി ദൈവം തിരിക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആരാധിച്ച് എല്ലാവരും ശക്തിയോടെ ആരാധിച്ച് ശക്തിയോടെ ആ കരങ്ങൾ അടിച്ച് ശക്തിയോടെ ആരാധിച്ച് യേശുവിന്റെ നാമത്തിൽ ഉടമല ബൗഡഹരക. ചില കോട്ടകൾ അഴിയട്ടെ, ചില കെട്ടുകൾ അഴിയട്ടെ, ചില ദൈവപ്രവൃത്തി നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില ജയം വരികട്ടെ, ചില ജയങ്ങളെ വരട്ടെ, ചില ജയം ഉയർന്നു വരട്ടെ. ശക്തിയോട് ആ വാവൊളിച്ച് ദൈവത്തെ ആരാധിച്ച് ആമേ ജയമെടുക്കട്ടെ. ഉടബല വൈഡ ഹരക ഉടബല ബൗഡ ഹഗജ ഹസ്തന ജുഡബല ബൗഡ അദാരഗടക ജലൗഡ. ദൈവരാജ്യത്തിന് കെട്ടുപണിക്ക് വേണ്ടി ചിലർ ഒരുക്കട്ടെ. ദൈവനാമം മഹിമപ്പെടട്ടെ. ശത്രു പരാജയപ്പെടട്ടെ. ചില ചുരുളഴിയട്ടെ. ശത്രുവിന്റെ ചുരുള്, ശത്രുവിന്റെ പദ്ധതി ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. ഉടബല ബൗഡ ഹഗജര ബൗഷ ഹസ്തന ജുഡബല ബൗഡ ഹദര ജൂഡ ജൗഡ അജല ബൗഡ രഗജ രൂഡ ബാര അന്നര ജൂഡ ദൈഡ രഗജ രാജ അജല ജൂഡ സമ്മര ബൗഡ രഗജ രാജ. യെസ് യെസ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ ജയമെടുക്കുന്നു, ആത്മാവിൽ ജയമെടുക്കുന്നു, ആത്മാവിൽ ജയമെടുക്കുന്നു. ആമേ ഉടവ ശത്രുവിനെ കെട്ടുപൊട്ടുകയാ, ശത്രുവിനെ കെട്ടുപൊട്ടുകയാ, ശത്രുവിന്റെ ബന്ധനം അടിയുകയാ. ദൈവജനം ഫ്രീ ആകട്ടെ, ദൈവജനം ഫ്രീ ആകട്ടെ.
Glory, glory, glory. Dabala vaushara vaudara. Yes, sabara vaushara gadara. Shabala vaidara. എല്ലാവരും മൗനമായിട്ടോട് ആമേ ശാന്തമായിരുന്നു പ്രാർത്ഥിക്കുക. ഒരു 10 മിനിറ്റ് കൂടെ ഉള്ളൂ. പ്രൈസ് ഹലോ. അതുകൊണ്ട് എല്ലാവരും കണ്ണുകളെ അടച്ച ആമേ പ്രാർത്ഥനയോടായിരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ആമേ മകനെ, നിന്റെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരങ്ങൾ, നിന്റെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികളെന്ന് എന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടുകയാ. ആമേ, നീ പലതും തിരഞ്ഞെടുത്ത് പല വഴിയിലേക്ക് നോക്കി പല മാർഗങ്ങളിൽ കൂടെ പിടിച്ചു കയറാൻ നോക്കിയ ഇടങ്ങളിലൊക്കെ പലപ്പോഴും വീണു പോകുന്ന അവസ്ഥ. ആമേ, വള്ളിയിൽ പിടിച്ച് കയറുന്ന വ്യക്തി തെന്നി വീണ് ആമേ പരാജയപ്പെടുന്നത് പോലെ പരാജയത്തിന്റെ വാക്കിലേക്ക് ശത്രു നിന്നെ തള്ളിയിട്ട സ്ഥാനങ്ങളിലൊക്കെ നിന്നെ കൈപിടിച്ച് നടത്തിയ ദൈവത്തിന്റെ കര ഈ രാത്രി ദൈവാത്മാവ് കാണുകയാ. അനർത്ഥമിട്ട് അപകടമിട്ട് അസ്ഥികൾക്ക് കേടാക്കി മുറിവുകൾ ഉണ്ടാക്കി ചതവുകൾ ഉണ്ടാക്കി നിന്നെ ഒതുക്കി നിർത്തുവാൻ ശത്രു പദ്ധതിയുടെ നടുവിൽ വിടുവിച്ചെടുക്കുവാൻ ദൈവം ശക്തരായിരുന്നില്ലേ എന്ന് രാത്രി ആത്മാവ് ഇടപെടുകയാ. അങ്ങനെ ഈ രാത്രി ദൈവ പൈതലേ, ഓ റമല ജിഗരാധകന സിയാര, ശത്രുവിന്റെ ചില ചുരുളുകൾ നിനക്ക് വിരോധമായി ചുരുട്ടി വച്ചിരിക്കുന്ന, നിനക്ക് വിരോധമായി എഴുതി വച്ചിരിക്കുന്ന ചില ചുരുളുകളെ ആമേ സ്വർഗം അഴിച്ചു മാറ്റാൻ പോകുകയാ. നിന്റെ വഴി ക്ലിയർ ആക്കിക്കൊണ്ട് ആമേ ആമേ നിന്നെ ചുമന്നുകൊണ്ട് നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന്, കരം പിടിച്ച് ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടുകയാ. നിന്റെ സ്ഥിതി മാറാൻ പോകുകയാ, നിന്റെ അവസ്ഥ മാറാൻ പോകുകയാ. ഇതെങ്ങനെ സംഭവിച്ചു, ഇതെങ്ങനെ നടന്നു എന്ന് മറ്റൊരു ചോദിക്കുമാർ നിന്റെ വഴികളിൽ ദൈവത്തിന് ദൃഷ്ടി ഉണ്ടെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടുകയാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സകല പോരുകളുടെ മേൽ, പോരാട്ടങ്ങളുടെ മേൽ ഈ രാത്രി ജയമെടുക്കുകയാ. പ്രാർത്ഥനയോടിരിക്കട്ടെ, പ്രാർത്ഥനയോടിരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥനയോടിരിക്കട്ടെ, പ്രാർത്ഥനയോടിരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ എന്ന് രാത്രി ജയമെടുക്കുകയാ, ജയമെടുക്കുകയാ. ആമേ ചതഞ്ഞയോടെ ചതച്ചു കളയാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്തിക്കളയാത്തവൻ ഈ രാത്രി ദൈവാത്മാവ് ഇടപെടുകയാ. ചതഞ്ഞോടെ പോലെ ചതച്ചു വലിച്ചെറിയാൻ, ആമേ പുകയുന്ന തിരി പോലെ അതിനെ കെടുത്തിക്കളയാൻ അവൻ ശ്രമിച്ച ദുഷ്ടന്റെ പദ്ധതികളുടെ നടുവിലോ ആമേ നിന്നെ കത്തിജ്വലിപ്പിച്ച, നിന്നെ മുന്നോട്ട് നടത്തിയ ദൈവത്തിന്റെ കരം ഈ രാത്രി ദൈവാത്മാവ് കാണുകയാ. അമ്മയുടെ ഉദരം മുതൽ ഉടബലം നിന്നെ കൈപിടിച്ച് നടത്തി ദൈവത്തിന്റെ ദൃഷ്ടി നിന്നെ മേലുണ്ടായിരുന്നു. 7-ാമത്തെ വയസ്സിനകത്ത് അനർത്ഥങ്ങൾ നിന്റെ ശരീരത്തിന്റെ ജീവിതത്തിൽ ഇട്ട് നിന്നെ തകർക്കാൻ നോക്കിയ മണ്ഡലത്തിൽ നിന്നെ നടത്തിയ ദൈവത്തിന്റെ കര ഇന്ന് രാത്രി ദൈവാത്മാവ് കാണുകയാ. 14-ാമത്തെ വയസ്സിൽ വിദ്യാഭ്യാസ മേഖലകൾ ഒരിടത്തും എത്തിക്കാതവണ് ശത്രു കുഴയ്ക്കാൻ നോക്കിയ സ്ഥാനങ്ങളിലൊക്കെ നിന്നെ വിടുവിച്ചെടുത്ത ദൈവത്തിന്റെ കര ഇന്ന് രാത്രി ദൈവാത്മാവ് കാണുകയാ. എന്നാൽ മകളെ അറിഞ്ഞുകൊള്ളുക, ആമേ കഴിഞ്ഞ നാളുകളിൽ വന്ന വഴികൾ എത്ര വിശാലമായിരുന്നെന്ന് ഈ രാത്രി ദൈവാത്മാവ് സംസാരിക്കുകയാ. നിന്റെ ആമേ ഉടബലം നിനക്ക് നടന്നു കയറാനോ നിനക്ക് പറന്നു കയറാനോ കഴിയാത്ത ഇടങ്ങളിലേക്ക് ഉടബല അവസാന മണിക്കൂർ പോലെ ഞാൻ നിന്നെ നടത്തിയ ദൈവമെങ്കിൽ, ഞാൻ നിന്നെ കടത്തിവിട്ട് മാനിച്ച ദൈവമെങ്കിൽ, നന്മകളുടെ അവരുടെ അനുഗ്രഹങ്ങൾ നിന്റെ മേൽ ചൊരിഞ്ഞ ദൈവമെങ്കിൽ ഈ നാളുകളിൽ പിന്നെ ദൈവകരങ്ങൾ മുറുകെ പിടിക്കട്ടെ. ആമേ ഇതിനപ്പുറത്ത് പിന്നെ ഉയർത്തുന്ന കരമുണ്ടെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടുകയാ.
നീ അറിയാത്ത രീതിയിൽ, ചിന്തിക്കാത്ത രീതിയിൽ ശത്രു രഹസ്യ നീക്കങ്ങളുമായി നിന്നെ ഭവനത്തിൽ ഒതുക്കി നിർത്തുവാൻ, വഴികൾ അടച്ചൊതുക്കി നിർത്തുവാൻ ശത്രു പരിശ്രമിച്ച നാളുകളിലൊക്കെ നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച് നിന്നെ കരം പിടിച്ച് നടത്തിയ ആ ദൈവകരം വിട്ടുപോയിട്ടില്ല, നിന്നോട് കൂടെ ഉണ്ട്. ഈ നാളുകൾ ദൈവകരം താണിരിക്കട്ടെ, പിന്നെ കാമയെ ചേർന്നിരിക്കട്ടെ. വലിയ അത്ഭുതങ്ങളെ നീ കാണാൻ പോകുക, വലിയ ഉയർച്ചകളെ നീ കാണാൻ പോകുക, വലിയ നന്മകളെ കാണാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ എതിരായി പോരാടുന്ന സകല പോരുകളെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ശാസിക്കുകയോ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ, ധനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. ഓ റബലബ ശംബര വൈഡാരഗജ ഹസ്തന ജുഡബലബ ഉഡബലബ ശംബര ഉഡര ആമേ സുദരബ ഉഷര. വയലിൽ 12 കാളയോടുകൂടെ ഉഴുതുകൊണ്ടിരുന്ന എലീശേ ഉടബല ഏലിയാവിൻ്റെ മേൽ നിന്നുള്ള പുതപ്പിട്ട് അവനെ ഉടബല വേലയ്ക്ക് വിളിച്ചു വേർതിരിച്ച ദൈവം. എലീശ ചിന്തിക്കാത്ത സമയത്ത്, പ്രതീക്ഷിക്കാത്ത സമയത്ത് ഏലിയാവിൻ്റെ പുതപ്പ് അവൻ്റെ മേൽ വീണതുപോലെ കഴിഞ്ഞ നാളുകളിൽ അവന് ചിന്തിക്കാത്ത സമയത്ത് നിന്റെ മേൽ വീണ പുതപ്പ് അത് നിന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവനാമ മഹത്വത്തിനായി നിന്നെ ഉപയോഗിച്ചുകൊണ്ട് ദൈവമെന്ന് ഈ രാത്രി ആത്മാവ് ഇടപെടുകയാ. നാളുകൾ പുതുബലത്തോട് ആ എലീശ പറഞ്ഞു, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരുമാറാകട്ടെ. ഈ നാളുകൾ ഉടബൽ ഒരു പുതിയ ബലത്തിന് വേണ്ടി, ഒരു പുതിയ അഭിഷേക ശക്തിക്ക് വേണ്ടി, ചില പുതിയ ദർശനത്തിന് വേണ്ടി, അത് പുതിയ കൃപാവരങ്ങൾക്ക് വേണ്ടി ഈ നാളുകൾ നീ അധികം ജാഗരിക്കുന്നെങ്കിൽ അത് നിന്റെ മേൽ പകരുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി ആത്മാവ് ഇടപെടുകയാ. ആരും കാണാത്ത വഴിയിൽ നടു റോഡിൽ നിന്നെ തള്ളിയിട്ട് തകർത്തിട്ട് ശത്രു ജയമെടുക്കാൻ നോക്കിയ സ്ഥാനത്തൊക്കെ ഞാൻ കോരിയെടുത്ത ദൈവമാണെന്ന്, എന്നെ വിടുവിച്ച ദൈവമാണെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടുകയാ. ഈ നാളുകളിൽ നിന്റെ ആത്മീയ ജീവിതത്തിന്മേൽ ചില പുതുക്കത്തിന് വേണ്ടി, പുതിയ അനുഭവങ്ങൾക്ക് വേണ്ടി, പുതിയ ദൈവകൃപയ്ക്ക് വേണ്ടി എന്റെ ജനം ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ഇങ്ങനെ ആള് മാറിയവനെ പോലെ, ശൗലിന്റെ കീശിന്റെ മകനെ ശൗലിനെ ആള് മാറിയവനെ പോലെ ആക്കിയതുപോലെ നിന്നെ ആള് മാറിയവനെ പോലെ ആക്കുവാൻ ദൈവശക്തി ആത്മാവ് ഇടപെടുകയാ. പലപ്പോഴും നിന്റെ ഉള്ളു പറയുന്നു, ഞാൻ ഇങ്ങനെ ഇരുന്ന പോരാ, എനിക്ക് മുന്നേറാൻ കഴിയുന്നില്ല. നിന്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളും പലതുണ്ട്, പക്ഷെ അതിനനുസരിച്ച് മുന്നേറാൻ കഴിയാത്ത വ്യക്തിയെ പോലെ നീ കുഴയുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആത്മാവ് പറയുകയാ, ആ കുഴച്ചിലുകളെ തകർത്തുകൊണ്ട് ശത്രുവിൽ നിനക്കൊരു ജയം തരാനുണ്ടെന്ന് ഈ രാത്രി ദൈവാത്മാവ് ഇടപെടുകയാ. പുതുക്കം പ്രാപിക്കട്ടെ, ബലം പ്രാപിക്കട്ടെ. ഉണർന്നവനെ പോലെ ശേഷിപ്പുകളെ കണ്ട് മടുത്തിരിക്കാനല്ല, ഒരു ശക്തനെ പോലെ സടകുടിഞ്ഞെഴുന്നേക്കുന്ന വ്യക്തിയെ പോലെ എന്റെ ജനം മുന്നേറട്ടെ. ഞാൻ നിന്നെ പല ഇടങ്ങളിൽ അയച്ച് എന്റെ സാക്ഷ്യം വഹിക്കാൻ ഞാൻ നിന്നെ ഒരുക്കിയെടുക്കുന്ന ദൈവമെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടുകയാ. യേശുവിന്റെ നാമത്തിൽ വിരോധമായി പോരാടുന്ന അന്ധകാര കെട്ടുകടമേൽ ഈ രാത്രി ജയമെടുക്കുകയാ. ജനം സ്തുതിച്ചാട്ട്, ദൈവത്തെ സ്തുതിച്ചാട്ട്, ആരാധിച്ചാട്ട്. എല്ലാവരും ഒരു നിമിഷം സ്തോത്രം പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ നാമത്തിൽ ഒന്ന് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഉറക്കം കേറിയോ? മയങ്ങുന്ന രാത്രി അല്ല, ഇന്ന് രാത്രി ദൈവവൈതലേ നീ ഒന്ന് ഉണരുന്ന രാത്രി ആകട്ടെ. ദൈവശക്തി നിന്റെ മേലുണ്ട്, ദൈവകൃപയുണ്ട്. ശത്രുവിന്റെ ചുരുളുകൾ ഈ രാത്രി അഴിഞ്ഞു മാറട്ടെ. എന്റെ വാക്ക് ഇവിടെ നിർത്തുകയാ. എല്ലാവരും ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. ഒരിക്കൽ കൂടെ ശക്തിയോടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകലും രാത്രിയുമായി സഭയ്ക്കകത്ത് കടന്നു വന്ന് ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം അവസരമൊരുക്കിയ കർത്തദാസന്മാരോടും സഭയോടും ഉള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.
പ്രൈസ് ദി ലോർഡ്. കർത്താവ് വളരെ ശക്തമായി അഭിഷിക്തനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി 3 ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ദൈവം തൻ്റെ അഭിഷിക്തനെ അല്ലെങ്കിൽ ഉപയോഗിച്ചതുപോലെ ഇന്ന് രാത്രി കാലവും കർത്താവ് ഹല്ലേലൂയ തൻ്റെ ബലമുള്ള കരങ്ങളിൽ ഹല്ലേലൂയ തൻ്റെ അഭിഷിക്തനെ ഉപയോഗിച്ച ദൈവകൃപയെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഓ ദൈവദാസനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് ഹല്ലേലൂയ ഇനിയും അനേകർക്കൊരു അനുഗ്രഹമാക്കി ഹല്ലേലൂയ അനേക രാജ്യങ്ങളിൽ അനേക ഇടങ്ങളിൽ ഹല്ലേലൂയ ആമേൻ ഒരു കത്തുന്ന ബന്ധത്തെ പോലെ ഹല്ലേലൂയ ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു നക്ഷത്രം പോലെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ ആവശ്യകതയെപ്പറ്റി ഹല്ലേലൂയ ആമേൻ ശക്തമായി ഹല്ലേലൂയ ആമേൻ സ്തോത്രം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണേൽ ജാഗരിക്കേണ്ട ഹല്ലേലൂയ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ പോരാടി നേടേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിലയേറിയ അഭിഷിക്തനിലൂടെ ശക്തമായ ഹല്ലേലൂയ ആമേൻ ഉദാഹരണങ്ങളിലൂടെ ഹല്ലേലൂയ ദൈവവചനത്തിലെ അനേക സന്ദർഭങ്ങളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ ആമേൻ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ വഴി അടഞ്ഞു എന്ന് നാം വിചാരിക്കുന്ന സ്ഥാനങ്ങളിൽ നമ്മുടെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പ്ലാനുകൾ തകർന്നു, ഞാൻ മുടിഞ്ഞിരിക്കുന്നു എന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ ആത്മഗതം ചെയ്യുന്ന ഹല്ലേലൂയ സ്ഥാനങ്ങളിൽ ഹല്ലേലൂയ ആമേൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ ഒരു വിടുതലുണ്ട്. പ്രാർത്ഥനയിൽ മടക്കി കൊണ്ടുവരുന്ന ഹല്ലേലൂയ പണിയുന്ന പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിച്ചല്ലോ. ആമേ മാനുഷിക കരങ്ങൾ ക്ഷീണിക്കുമ്പോൾ നമ്മുടെ കരന്മാരല്ലേ മറ്റുള്ളവരുടെ സഹായം ഒരു പക്ഷേ ഭയം ഉണ്ടായെന്ന് വരില്ല. പക്ഷേ നമ്മുടെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് കരം പിടിക്കുന്ന യേശു കർത്താവ് സ്വർഗത്തിലുണ്ടെന്ന് ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നവനെ കൈവിടാത്ത ഒരു യേശു കർത്താവ് ഉണ്ടെന്ന് അഭിഷേകത്തിലൂടെ വ്യക്തമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചല്ലോ. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ ഏത് കെട്ടും പൊട്ടും ഹല്ലേലൂയ ഏത് ബന്ധനവും വഴിയും ഹല്ലേലൂയ എത്ര വലിയ കൽപ്പനയും രാജകൽപ്പന പോലുള്ള കൽപ്പന പോലും കഠിന കൽപ്പനകൾ പോലും ഹല്ലേലൂയ ഏത് കഠിന ഹല്ലേലൂയ ബന്ധനങ്ങളായാലും പ്രാർത്ഥനയിൽ തകരാത്ത ബന്ധനങ്ങളില്ലെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ശക്തമായും രാത്രികാലം സംസാരിച്ചെങ്കിൽ ദൈവമക്കളെ ശക്തമായി ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാൻ ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ തീരുമാനമെടുക്കാം. ഹല്ലേലൂയ അന്ധകാര മണ്ഡലങ്ങൾ പ്രാർത്ഥനയിൽ മുട്ടുകുത്തും. ഭക്തന്റെ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ശക്തമായ പ്രാർത്ഥനയിൽ രാത്രി യാമങ്ങളിൽ ജാഗരിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഏത് അന്യായ ബന്ധനങ്ങളും ഏത് അന്ധകാര മണ്ഡലങ്ങളും ഹല്ലേലൂയ മുട്ടുകുത്തുവാനിടയായി തീരും. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ജ്വലിച്ച് പരിശുദ്ധാത്മ ശക്തിയിൽ ജ്വലിച്ചാൽ ഹല്ലേലൂയ അന്ധകാര മണ്ഡലങ്ങൾക്ക് നിൽക്കാൻ കഴിയത്തില്ല. അവ തകരുക തന്നെ ചെയ്യുമെന്ന് അഭിഷിക്തനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി സംസാരിച്ചല്ലോ. ആമേൻ ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ ഏത് കാരാഗ്രഹത്തിൻ്റെ വാതിലുകളും ഏത് അന്ധകാര മണ്ഡലങ്ങളും ഹല്ലേലൂയ ഏത് ബന്ധനങ്ങളും ഏത് അന്ധകാര മണ്ഡലങ്ങളും കാരാഗ്രഹ പ്രമാണിമാരും മുട്ടുകുത്തുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് ശക്തമായി ഇന്ന് രാത്രികാലം ഹല്ലേലൂയ സംസാരിച്ചെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനയിലെ ദൈവജനമേ നമുക്ക് ഹല്ലേലൂയ ഏറ്റെടുക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാർത്ഥനാ ജീവിതത്തിന് വേണ്ടി ഒന്ന് സമർപ്പിക്കപ്പെടാം. ഹല്ലേലൂയ. പ്രാർത്ഥനാ ജീവിതം കർത്താവേ ഈ കേൾപ്പിച്ചതുപോലെ ഹല്ലേലൂയ പ്രാർത്ഥിച്ചത് ഭക്തന്മാർ വിജയിച്ചെങ്കിൽ ഹല്ലേലൂയ ഞാനും വിജയിക്കും. അങ്ങനെയും വിജയം തരും. ഇന്ന് മുതൽ ഞാനും പ്രാർത്ഥിക്കാം, ഞാനും മുഴങ്കാലിരിക്കും ഹല്ലേലൂയ എന്നൊരു തീരുമാനമെടുക്കാൻ ആർക്ക് കഴിയും? ഹല്ലേലൂയ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി അവരുടെ വിഷയത്തിൽ ഇടപെടുന്ന ഒരു ദൈവത്തിൻ്റെ ശബ്ദം ഇന്ന് രാത്രി കാലം ഇവിടെ ഹല്ലേലൂയ ശക്തമായി മുഴങ്ങുകയായിരുന്നു. റിബാന ഹംദര അജലാരി ഗജാലവരാധരാജലാധരാധരാധര ഈ ആ പഴയ കാലഘട്ടങ്ങളിൽ അഭിഷിക്തന്മാർക്ക് വേണ്ടി ഇറങ്ങി വന്ന ദൈവം, പ്രാർത്ഥിച്ച ഭക്തന്മാർക്ക് വേണ്ടി ഇറങ്ങി വന്ന ദൈവം ഇന്ന് രാത്രി കാലം ഈ പാളയം സഭയിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഹല്ലേലൂയ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയാൽ നീ അഭിവൃദ്ധി പ്രാർത്ഥിക്കും, നീ താഴ്ചയല്ല നീ ഉയർച്ച തന്നെ പ്രാപിക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി
ശക്തമായ അഭിഷക്തനിലൂടെ ദൈവത്തിന് ആലോചന അറിയിച്ചല്ലോ. ആലോചന ഏറ്റെടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കടന്നു വന്ന് ഹല്ലേലൂയ വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ പ്രവർത്തിച്ച ദൈവത്തിന്റെ വിലയേറിയ ജോർജ് ഫിലിപ്പ് പാസ്റ്ററോടുള്ള നന്ദി ഇത്തരത്തിൽ സഭയായി ഞങ്ങൾ അറിയിച്ചു കൊള്ളുന്നു. ദൈവമായ കർത്താവ് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ശക്തമായി ഹല്ലേലൂയ കരങ്ങൾ ഉപയോഗിക്കട്ടെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇപ്പോൾ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ ആമേൻ. സ്തോത്രം ചെയ്യും. പ്രിയ ഐവാൻ ബ്രദർ പ്രാർത്ഥിച്ച് ഹല്ലേലൂയ വർഗീസ് പാസ്റ്റർ ആശീർവാദം പറഞ്ഞ് ഹല്ലേലൂയ ഇന്നത്തെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഈ സെഷൻ അവസാനിപ്പിക്കുന്നതാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, ഈ രാത്രികാലം കർത്താവയുടെ ഞങ്ങൾ അങ്ങേ തിരുസന്നിധിയിലായിരിക്കുന്നു. കർത്താവെ സ്തോത്രം. ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കുന്ന സഭയെ കർത്താവയോടൊന്ന് അനുഗ്രഹിക്കുന്നതിലോ നന്ദി പറയുന്ന അതാ സ്തോത്രം. ഉപവാസത്തിൻ്റെ കർത്താവെ മൂന്നാമത്തെ സെഷനിൽ കർത്താവെ അങ്ങേ ശ്രേഷ്ഠദാസനിലൂടെ കർത്താവെ പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഞങ്ങളോട് സംസാരിക്കുവാൻ കർത്താവെ പരിശുദ്ധാത്മാവ് ഇടയാക്കിയല്ലോ. നന്ദി പറയുന്ന അതാ സ്തോത്രം സ്തോത്രം. കർത്താവെ നമ്മുടെ ഏത് കാര്യവും കർത്താവെ സ്തോത്രം പ്രാർത്ഥനയിലൂടെ നേടുവാൻ കർത്താവെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് കർത്താവെ ആ ആഗ്രഹം തന്നുവല്ലോ. നന്ദി പറയുന്ന അതാ സ്തോത്രം. കർത്താവെ ശ്രേഷ്ഠദാസനെ കർത്താവെ ഇത്രത്തോളം ശക്തിയായിട്ട് കർത്താവ് പകലും ഈ രാത്രികാലവും കർത്താവ് ശുശ്രൂഷിക്കുവാൻ അവിടുന്ന് കരങ്ങളിൽ വഹിച്ചല്ലോ. നന്ദി പറയുന്നു. ദാസൻ്റെ ശുശ്രൂഷകൾ ധാരാളം ജീവിതങ്ങൾ കർത്താവെ അങ്ങിലേക്ക് കടന്നു വരുവാൻ അവരെ ആദായപ്പെടുത്തുവാൻ തക്കവണ്ണം ദാസനെ ബലപ്പെടുത്തണേ, ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവെ വേദിയിലായിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠദാസന്മാരെയും അവിടുത്തെ കരങ്ങളിൽ താഴ്ത്തുന്നു. കർത്താവെ ഞങ്ങളുടെ പാസ്റ്റർ വർഗീസിനെ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നോർത്ത് ഇന്ത്യയുടെ പ്രദേശത്തിലായിരുന്നു. ഇതിന് കർത്താവെ പ്രിയദാസൻ ഇന്നേ ദിവസം കടന്നു വന്ന് കർത്താവെ ഈ ശുശ്രൂഷയിലായിരിക്കുവാൻ അവിടുന്ന് ദാസനെയും സഹായിച്ചിട്ടുണ്ട്. നന്ദി പറയുന്നു. അടിയങ്ങൾ ഓരോരുത്തരെ അവിടുത്തെ കരങ്ങളിൽ താഴ്ത്തുന്നു. സർവ്വം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടതോർത്ത് കരമുയർത്തി സ്തോത്രം ചെയ്യാം. ഇന്ന് പകലും രാത്രിയിലും ദൈവദാസനെ ശക്തിയോടെ നമ്മുടെ മധ്യ ഉപയോഗിച്ചതോർത്ത് കരമുയർത്തി സ്തോത്രം ചെയ്യാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേലും ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേലും വിശേഷാൽ ഇന്ന് പകലും രാത്രിയിലും കർത്താവേ ഞങ്ങളുടെ മധ്യയെ ശുശ്രൂഷിച്ച അവിടുത്തെ വിലയേറിയ ദാസന്റെ മേൽ ഇന്നും എന്നേക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരവ് വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് കരം ഉയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ ആമേൻ. എല്ലാവർക്കും സമാധാനത്തോടെ പിരിഞ്ഞു പോകാം. നാളെ രാവിലെ കൃത്യം 11 മണിക്ക് ഉപവാസ പ്രാർത്ഥന ഇവിടെ പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതായിരിക്കും. പ്രാർത്ഥനാപൂർവം കടന്നു വന്ന് സംബന്ധിക്കുക.